ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. അവനെ അതിനു മുമ്പ് അടിക്കുകയാണ്, റോമൻ ചാട്ടകൾ കൊണ്ട് അടിച്ചു. എന്തിനാ അടിച്ചത്? ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും അടിച്ചു. പക്ഷേ അവർക്ക് അബദ്ധം പറ്റിയതല്ല. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, ഉഴവുകാരൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവ് ചാലുകൾ അവർ നീളത്തിൽ കീറി. റോമർ 8:1. ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവിധിയില്ല. നമ്മുടെ ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ ആ രക്ഷ പുതപ്പ് നമ്മുടെ മേൽ വീണു. ഇന്ന് രാത്രി അവൻ നമുക്ക് വേണ്ടി ശിക്ഷയേറ്റത് കൊണ്ടാണ് നമ്മൾ സ്വതന്ത്രരായി മാറിയത്. അതുകൊണ്ടാണ് ആ ശിക്ഷയേറ്റത് കൊണ്ട് നമുക്കെന്താ ഗുണം? യോഹന്നാൻ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ കർത്താവ് നമുക്ക് വേണ്ടി ശിക്ഷയേറ്റും. അതുകൊണ്ട് നമുക്ക് ഗുണം വല്ലതും ഉണ്ടോ? ഉണ്ട്. അതിൻ്റെ എഫക്റ്റ് നമുക്കുണ്ടാകുന്നത്. എല്ലാവർക്കും വേണ്ടിയാണ് കർത്താവ് ശിക്ഷയേറ്റത്. ഏകൻ്റെ പാപത്താൽ എല്ലാവരും പാപികളായെങ്കിൽ ഏകൻ്റെ അനുസരണത്താൽ എല്ലാവരും നീതീകരിക്കപ്പെട്ടു. പക്ഷേ അതിൻ്റെ എഫക്റ്റ് നമുക്കുണ്ടാകാൻ വിശ്വാസം എന്നൊരു റെസ്പോൺസ് ഉണ്ട്. അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഒരു കിണറ്റി വീണു എന്ന് വെക്കുക, രക്ഷിക്കാൻ ഒരു കയറിടുന്നു. ആ കയറെ കയറി പിടിച്ചാലേ രക്ഷപ്പെടത്തുള്ളൂ. ഇതുപോലെ മാനവകുലത്തെ രക്ഷിക്കാൻ കർത്താവ് ഒരു കയറിറക്കി. ആ കയറാണ് കർത്താവ്, പിതാവാം ദൈവം ഒരു കയറിറക്കി. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ അതിനകത്ത് വ്യക്തിപരമായ രക്ഷയുണ്ട്. ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ തന്നെ അതിനൊരു ഒരു ഇൻഡിവിജ്വൽ അല്ലാത്ത ഒരു കാര്യമുണ്ട്. ഇന്ന് മുമ്പ് പ്രസംഗിച്ച ദൈവദാസൻ പറഞ്ഞു, വീടിൻ്റെ വെളിച്ചം, വീടിൻ്റെ രക്ഷ. അപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി, അതെൻ്റെ സത്യം, എൻ്റെ അനുഭവമാണ്. ഞങ്ങളിങ്ങനെ VBSകൾ നടത്താറുണ്ട്. കേരളം കണ്ട എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ VBSകൾ നടത്തിയതിൽ ഒരു കൂട്ടരും ഞങ്ങളാണെന്നാണ് എൻ്റെ വിശ്വാസം. 2007, 2008 സമയങ്ങളിൽ 2000 അടുത്ത് കുട്ടികളെ കൊണ്ടൊക്കെ ഒരാഴ്ചത്തെ VBSും റാലിയും ഒക്കെ നടത്തിയിട്ടുണ്ട്. അന്ന് അനുഭവിച്ച ടെൻഷനുകളൊന്നും ചെറിയ കാര്യമല്ല. ഭയങ്കര പ്രശ്നങ്ങൾ, ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ട് ഓർത്ത് ഇനി ഇതൊന്നും വേണ്ട കർത്താവേ, വയ്യ, അത്ര ടെൻഷനാണ്. കാരണം ഈ 4-5 വയസ്സുള്ള പിള്ളേരെ അവന്മാരോട് തെക്കോട്ട് പോകുന്ന ബസ്സേ കയറാൻ പറഞ്ഞാൽ അവൻ വടക്കോട്ടുള്ള ബസ്സേ കയറും. അവിടെ ചെന്ന് ഇറക്കി വിടാമെന്ന് പറഞ്ഞാൽ അവൻ കൂളായിട്ട് അവിടെ ഇറങ്ങിപ്പോവും. എന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കും. എന്തൊരു പിള്ളേരാണ്. പിന്നെ മിക്കവർക്ക് നമ്പറൊക്കെ കാണാൻ അറിയാം, അമ്മയുടെ നമ്പർ അറിയാം, അതിലൊക്കെ രക്ഷയാണ്. അപ്പം നമ്മൾ ഈ പരിപാടിയെ നമുക്കിനി വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അക്രൈസ്തരായ സഹോദരങ്ങൾ ഉൾപ്പെടെ കണ്ടാൽ ചോദിക്കും, പക്ഷേ VBS ഇല്ലേ? ഇല്ല. എന്നാ കാര്യം? അയ്യോ ഭയങ്കര ടെൻഷനും ഭയങ്കര പാടാ, സാമ്പത്തിക ബാധ്യത, ടെൻഷൻ. വേണ്ട, എൻ്റെ ഭാഷ അങ്ങനെയൊന്നും പറയില്ല. കർത്താവില്ലേ, VBS നടത്തണം. അമ്മമാരാ പറയുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കി, ഇവർക്ക് ഈ സ്നേഹം ഉണ്ടായിട്ടൊന്നും കൂടുതലുണ്ടായില്ല പറയുന്നത്. ഈ 1 മാസം ഇതുങ്ങളെ എങ്ങനെ സഹിക്കും? തിരിച്ച് വരുമ്പോഴത്തേന് വീടെടുത്ത് മറിച്ച് വെക്കും. സഹിക്കത്തില്ലേ? എങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറയുന്നത് VBS ഒരാഴ്ച. രാവിലെ 7 മണിക്ക് വണ്ടി വരും, കയറ്റി വിടും. ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളെ കൊണ്ടൊന്നും VBS നടത്താനൊക്കത്തില്ല. ഇവിടെ ഇരിക്കുന്ന ആര് VBS നടത്തിയാലും അടുത്ത ദിവസം പിള്ളേർ വരത്തില്ല. അതിനെന്തോ ഉണ്ട്, ട്രെയിൻഡ് നല്ല ചെറുപ്പക്കാർ പിള്ളേരുണ്ട്. അവരിങ്ങോട്ട് വന്ന് അടിച്ച് തകർക്കും. ഞാനൊരു അച്ഛൻ VBS നടന്ന് കണ്ടു. ടക്കരട്ടെ പെപ്പരെ ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമൊക്കെ നടത്തി. കൂട്ടുകാരെ, എന്തോ ആർ യു റെഡി അടി ബിട്ടി ബക്കള ചാടിച്ച് തുള്ളിച്ച്, ഇടയ്ക്കൊരു പപ്സും ഒരു സ്ക്വാഷും അല്ലേ ഒരു വെള്ളവും കൂടെ ഒക്കെ കൊടുത്ത് ഒരു 3 മണിയാകുമ്പം തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടും. ഒരു ഗുണമുണ്ട്, ആ ഒരു ഉറക്കം ഉറങ്ങിയാൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കത്തുള്ളൂ. അത്ര ക്ഷീണമാണ് ഈ ചാടിച്ചിട്ട്. അതുകൊണ്ട് ഒരാഴ്ച പോയി കിട്ടും. അതുകൊണ്ടാണ് ഇവരെ കൊണ്ട് എവിടെ വിടുന്നത്? VBS വിടുന്നത്. പക്ഷേ ഒരത്ര അത്ഭുതം കണ്ടു. വെള്ളിയാഴ്ച ആ സമാപന ദിവസം ഡെഡിക്കേഷൻ ഡേ ഉണ്ട്. അന്ന് ഡെഡിക്കേഷൻ ചെയ്തപ്പോൾ യേശുവിനെ വേണമെന്ന് ചോദിച്ചപ്പോൾ ചില കുഞ്ഞുങ്ങളൊക്കെ കണ്ണീരോടെ കർത്താവുമായിട്ട് പോയി. അമ്മ രോഗിയാണ്, അച്ഛൻ കുടിയനാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ യേശുവുമായിട്ട് ആ വീട്ടിൽ കയറിയുന്നപ്പോൾ കർത്താവിൻ്റെ വചനം അങ്ങ് നിവർത്തിയാകുക. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ എനിക്കൊരു കാര്യം അറിയാം, ഈ കർത്താവിനെ കൊണ്ടൊരു കൊച്ചു കുഞ്ഞെങ്കിലും വീട്ടിലേക്ക് പോയാൽ അവനിലൂടെ, അതൊരു ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കുമ്പം തന്നെ അവനിലൂടെ ആ കുടുംബത്തെ വെടിവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഒരു കൊച്ചു കുഞ്ഞ്, എത്രയോ സംഭവങ്ങളുണ്ട്. മദ്യപാനിയായ അച്ഛൻ, രോഗിയായ അമ്മ, തകർന്ന വീട്. പക്ഷേ അതിനകത്തൊരു കൊച്ചു കുഞ്ഞ് യേശുവെ എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതകരമായ രൂപാന്തരങ്ങൾ, ആ രൂപാന്തരങ്ങൾക്ക് സാക്ഷി പറയുവാൻ ഇവിടെ ഇരിക്കുന്ന കർത്തദാസന്മാർക്ക് കഴിയും.
അത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒറ്റ വ്യക്തി വിശ്വസിച്ചാൽ മതി. ഒരൊറ്റ വ്യക്തി ഉണ്ടെങ്കിൽ കർത്താവ് അത്ഭുതം ചെയ്യും. അങ്ങനെ ആദ്യമായിട്ടൊക്കെ ഒറ്റയ്ക്കിറങ്ങിയ പ്രിയപ്പെട്ടവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ കരമുയർത്തി ഇന്ന് എന്നോടൊപ്പം ഒത്തിരി പേരുണ്ടെന്ന് പറയാൻ കഴിയുന്നവർ, അബ്രഹാമിനെ ദൈവം ഇങ്ങനെ ഏകനായിട്ട് വിളിച്ചിട്ട് ഇന്നിങ്ങനെ ഒത്തിരി അനുഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? ഒറ്റയ്ക്ക് വിളിച്ചാൽ ആ ദേശത്തിൻ്റെ വിടുതല, ആ ഗ്രാമത്തിൻ്റെ വിടുതല. അവിടെ ഒറ്റയ്ക്കായിരുന്നു നീ, എന്നാൽ നീ ഇന്ന് ഒറ്റയ്ക്കല്ലല്ലോ. ആണോ? അല്ല. അങ്ങനെയുള്ളവർ ഇന്ന് രാത്രി അത് സത്താവേ കുടുംബത്തിൻ്റെ മാത്രമല്ല, എൻ്റെ ആ ആ ശാഖ മുഴുവൻ വെടിവെക്കപ്പെട്ടു. എനിക്കറിയാം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മിക്ക പേരെയും ഞാൻ സ്നാനപ്പെടുത്തി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്കിറങ്ങിയെങ്കിലും കുടുംബത്തിൻ്റെ രക്ഷ വരെ വരുത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നീ ഒറ്റയ്ക്കാണെങ്കിൽ പേടിക്കേണ്ട, നിന്റെ കൂടെ അവരെ മുഴുവൻ വിടിവിക്കുന്ന രക്ഷയുടെ ഒരു ശക്തിയുണ്ട്. ക്രൂശിൻ്റെ വചനം അത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാ, എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ജീവശക്തിയാ. കരങ്ങളെ ചേർത്തടിച്ചെന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഒറ്റയ്ക്കിറങ്ങിയവർ ഭയപ്പെടരുത്. അതന റിഗ ലഗദന ശബന ഹദന ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഇറങ്ങിയതാണ്. അധികം പേരും ആരും എൻ്റെ കൂടെ വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഇന്നും ഞാൻ ഒറ്റയ്ക്കാണ്. എൻ്റെ കർത്താവേ, എൻ്റെ വീട്ടുകാർ വിടുവിക്കപ്പെടാനുണ്ട്, എൻ്റെ കൂടപ്പിറപ്പുകൾ വിടുവിക്കപ്പെടാനുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളവർ കരമുയർത്തി ഈ വചനം പറഞ്ഞ് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക. അങ്ങനെയുള്ളവർ ഇന്ന് രാത്രി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കേണ്ടവർ ഒന്ന് കരമുയർത്തിയാട്ട് നമുക്ക് ഒരുമിച്ചൊരു നിമിഷം ആ വചനം ഒന്ന് പറയുക. നാഥ, അങ്ങ് പറഞ്ഞിട്ടുണ്ട് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഈ ഉയർത്തപ്പെട്ട കരങ്ങൾ അവരൊന്ന് രാത്രി അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ രക്ഷിക്കപ്പെടാത്ത അവിടെ പ്രിയപ്പെട്ടവർ, രക്ഷിക്കപ്പെടാത്ത അവിടെ മക്കൾ, രക്ഷിക്കപ്പെടാത്ത അവിടെ സഹോദരങ്ങൾ, രക്ഷിക്കപ്പെടാത്ത അവിടെ തായ് കുടുംബത്തിൽപ്പെട്ടവർ, പിതൃകുടുംബത്തിലും മാതൃകുടുംബത്തിലും പെട്ടവർ, കൂടപ്പറപ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ രക്ഷയുടെ പ്രവൃത്തി അവരുടെ ഭവനങ്ങൾ ആരംഭിക്കും. വചനത്തിന് ശക്തിയുണ്ട്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാ, എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയാണെങ്കിൽ, അങ്ങനെ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് ഒരു ചാകാൻ തുടങ്ങുന്നവൻ ഒരു കച്ചത്തുരുമ്പെ കെട്ടിയാൽ കയറിപ്പിടിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ഒരു വചനം കിട്ടിയാൽ അവത്തിൽ അങ്ങ് പിടിച്ച് പറയണം, കർത്താവെ അങ്ങ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ വചനത്തിൻ്റെ ശക്തി ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. ഞങ്ങൾ ലൈവിൽ കേൾക്കുന്നവരെ, നീ ഒറ്റയ്ക്കാണെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് നിന്നോട് പറയുന്നു, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഒരു കർത്താവുണ്ട്, കർത്താവിൻ്റെ വചനമുണ്ട്. ഈ നിമിഷം നിങ്ങളും ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പറയുക, യേശുവേ, വചനം പറയുന്നു കർത്താവായ യേശു, ഞാൻ ഒറ്റയ്ക്കായി വിളിച്ചത് അബ്രഹാമിനെ ദൈവം ഏകനായി വിളിച്ച് വർദ്ധിപ്പിച്ചെങ്കിൽ ഈ 2020 അവസാനം കർത്താവ് വരാൻ താമസിച്ചാൽ ഒരു വർധനവിൻ്റെ വർഷമാണ്. യേശുവിൻ്റെ നാമത്തിൽ അവൻ നിങ്ങളോടൊപ്പം അവർ ആരാധിക്കട്ടെ. ഇന്ന് എതിരായി നിൽക്കുന്നവർ, ഇന്ന് കളിയാക്കുന്നവർ ഈ വചനം മാത്രം പറഞ്ഞാൽ മതി. നിന്റെ ചാർച്ചക്കാരെ വെടിവെക്കുന്ന, നിന്റെ കൂടപ്പറപ്പുകളെ വെടിവെക്കുന്ന, നിന്റെ ആൾക്കാരെ വെടിവെക്കുന്ന, നിന്റെ സ്നേഹിതരെ വെടിവെപ്പിക്കുന്ന ക്രൂശിന്റെ വചനത്തിന്റെ ശക്തി. ഹല്ലേലൂയ. റബന ഖദന റിഗന റബന ഖദന റഗല റഗജരം ദ റബന ശഗന ദിഗന റബന ഖദന റഗന റഗന റബന ഖദന. ചില കുടുംബങ്ങളിൽ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചില സ്ഥലത്ത് ഒറ്റയ്ക്കാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, പുതിയ പ്രവർത്തനങ്ങൾ വിശ്വാസത്താൽ കാല് ചവിട്ടിയെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുകയാണ്, അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തും. ഞാൻ വളരെ കണ്ണീരോടെ എന്നെ ദൈവം ചിന്തിപ്പിച്ച, എൻ്റെ ഉറക്കത്തെ കെടുത്തിയ ഒരു ചിന്തയുണ്ട്. ഈ പുരോഹിതന്മാർ പെട്ടകം എടുത്തുകൊണ്ട് യോർദാൻ നദിയുടെ അടുത്ത് വരികയാണ്. അവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, തീരെ ഇങ്ങനെ കരകവിഞ്ഞ് ഒഴുകും, ആര് മുമ്പിൽ ഇറങ്ങും. പക്ഷേ ഈ പുരോഹിതന്മാർ ആദ്യം കാല് ചവിട്ടിയപ്പോൾ അവർക്ക് ഉറപ്പില്ല ഇനിയും ഇത് മാറുമെന്ന്. പക്ഷെ നിവർത്തിയില്ല, ചവിട്ടി. പക്ഷെ കർത്താവ് ഇത് രണ്ടാക്കി മാറ്റി. ആദ്യം ചവിട്ടാൻ കർത്താവിന് ഒരാളുണ്ടെങ്കിൽ അവിടെ ദൈവം ഒരു അത്ഭുതം ചെയ്യുക. ആദ്യം ചവിട്ടാൻ. ഞാൻ എത്രയോ സ്ഥലത്ത് ചെന്നപ്പോൾ ആ ഗ്രാമങ്ങളിൽ വടക്കേന്ത്യയിലൊക്കെ ഒത്തിരി സഭകളുള്ള, ഒത്തിരി ദൈവമക്കളുള്ളിടത്ത് ചെന്നപ്പോൾ 10, 70, 60 വയസ്സുള്ള ദൈവദാസന്മാർ കണ്ണീരോടെ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഇവിടെ ആദ്യം വന്നപ്പോൾ ഇവിടെ ആരുമില്ലായിരുന്നു, ഒറ്റയ്ക്കാണ് വന്നത്. പക്ഷേ ആദ്യം ഒരു കാൽ ചവിട്ടുവാൻ ഒരാളുണ്ടെങ്കിൽ അവനിലൂടെ അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ എന്നെ കേൾക്കുന്ന ഒത്തിരി വേദവിദ്യാർത്ഥികളുണ്ട്.
പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എളിയദാസൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചലഞ്ച് വെക്കുകയാണ്. നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ട് ഇതുവരെ ആരും പോകാത്ത ഒരിടത്ത് കർത്താവിനോട് ചോദിച്ചൊരു സ്ഥലത്ത് പോയി നിന്നാൽ, നിന്റെ കാൽ അവിടെ ആദ്യം ചവിട്ടിയാൽ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടും. എന്തൊരു മഹാഭാഗ്യം! ആരും പോകാത്ത ഒരിടത്ത്. ഞാൻ ഒരു നിമിഷം ചോദിക്കുകയാണ്, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന മക്കളെ, ആദ്യം പോകാത്തൊരു വീട്ടിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, ആരും പോകാത്ത ഒരു സ്ഥലത്ത് യേശുവിന് വേണ്ടി ദൈവ നിയോഗത്തിൽ കർത്താവ് സ്ഥലങ്ങളെ വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഞാൻ ആ മിഷൻ വേളിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. കൃത്യമായ സ്ഥലങ്ങൾ, ദർശനങ്ങൾ കൊടുത്തിട്ട് ദൈവം അവരെ അത് അവർ മാപ്പി നോക്കി, ഗൂഗിളിൽ നോക്കി തപ്പിയെടുത്ത് പോയത് അവിടെ ആരുമില്ല. പക്ഷേ ഇന്നവിടെ കൂടിവരവുകളുണ്ട്, ആ ചുറ്റുപാടുള്ള ഗ്രാമങ്ങളിൽ സഭകളുണ്ട്. എന്താ കാര്യം? കർത്താവിന് ഒരാളെ വേണം, ആദ്യം ചവിട്ടാൻ ഒരാളെ വേണം. അത് നിന്റെ കാലാണെങ്കിൽ പർവ്വതങ്ങളിൽ അത് എത്ര മനോഹരമായിരിക്കും. ഇന്ന് പകൽ രാത്രിയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കർത്താവെ, ഈ ഒരു കൊച്ച ഐസാണ്, 10-80 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ച ഐസിൽ കുറച്ച് ദിവസമെങ്കിലും ആരും ഒരിക്കലും പോകാത്ത ഒരു സ്ഥലത്ത് നിനക്ക് വേണ്ടി എനിക്ക് നിൽക്കാൻ ഇഷ്ടമുണ്ട് എന്ന് സമർപ്പിക്കാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി ദൈവത്തോടൊന്ന് പറഞ്ഞാട്ട്. ആരും പോകാത്ത ഒരു സ്ഥലത്ത് യേശുവിന് വേണ്ടി ഒരു ദിവസമെങ്കിലും ചവിട്ടി നിൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് സമർപ്പിക്കാൻ സന്നദ്ധതയുള്ള താല്പര്യമുള്ള യുവാക്കളെ ഞാൻ നിങ്ങളെ ഇന്ന് രാത്രി അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പറഞ്ഞാട്ട് ദൈവം അതിനുള്ള അവസരങ്ങളെ തരും. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മുടെ കൺസെൻറ്റ് വേണം. മക്കളെയൊക്കെ ദൈവത്തിന് അവരുടെ കൺസെൻ്റാണ് ദൈവത്തിന് വേണ്ടത്. എന്നാൽ നമ്മൾ ഈ യോഹന്നാനിൽ കാണുന്നുണ്ട്, ഒരു കുഞ്ഞ് അവൻ 5 അപ്പവും 2 മീനുമായിട്ട് കർത്താവിൻ്റെ അടുക്ക ഇങ്ങനെ വരുന്നുണ്ട്. അവനെ എടുത്തിട്ട് കർത്താവ് എന്ത് ചെയ്തു? അങ്ങ് ആ അപ്പം എടുത്തിട്ട് അങ്ങ് പൊലിപ്പിച്ചു. അത് എത്ര പേർക്ക് തികഞ്ഞു? എത്ര പുരുഷാരത്തിന്? പറഞ്ഞേ, എത്ര പുരുഷാരത്തിന്? 5000 പുരുഷന്മാർക്ക് കൊടുത്തു. എൻ്റെ വേർഷൻ അത് ശരിയ, ഇന്നത്തെ സാഹചര്യത്തിൽ ശരിയാനുണ്ട് വേർഷൻ. അവധി ദിവസം ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും അവനെ വിട്ടത്. സ്കൂളുള്ളപ്പം വിടണമെന്നില്ല. അവൻ മിടുക്കനായിരിക്കത്തില്ല. മിടുക്കനായിരുന്നെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ടേനെ, ഏതിൻ്റെ ബ്രില്യൻസിൻ്റെ എൻട്രൻസ് കോച്ചിനോ തൃശ്ശൂരെ കോച്ചിങ്ങിനൊക്കെ വിട്ടേനെ. അവരിനൊന്നും കൊള്ളാത്തതുകൊണ്ടാണ് ഈ അവധിക്ക് ഇവനെ രാവിലെ പൊതിയും കെട്ടി അങ്ങോട്ട് പറഞ്ഞ് വിട്ടത്. കാരണം അവൻ വലിയ ബ്രില്യൻ്റ് ഒന്നും ആയിരിക്കത്തില്ല. പക്ഷേ അവനെ അമ്മ കർത്താവിൻ്റെ അടുക്കലാണ് വിട്ടെങ്കിൽ അവൻ ഇന്ന് ഉഴപ്പനാണെങ്കിലും അവനെ എടുത്ത് ഒരു 5000 പേരുടെ അനുഗ്രഹത്തിന് കാരണമാക്കാൻ ദൈവത്തിന് കഴിയും. കർത്താവെ, അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്കൊരു ആഗ്രഹമുണ്ട്. കർത്താവെ, ഞാനതിന് സമ്മതം തരികയാണ്. ദൈവത്തിന് കൺസെൻറ്റ് വേണം, അപ്പൻ്റെയും അമ്മയുടെയും കൺസെൻറ്റ് വേണം. കർത്താവ് വരാൻ താമസിച്ചാൽ എൻ്റെ കുഞ്ഞിനെ ആരും പോകാത്തൊരിടത്ത് നിനക്ക് വേണ്ടി അയക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവെ, ഞാനതിന് നിനക്ക് ഇന്ന് രാത്രി കൺസെൻറ്റ് തരികയാണ്, അനുവാദം തരികയാണ്. ദൈവം നമ്മുടെ ഒരു കൺസെൻറ്റ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കൺസെൻറ്റ് കൊടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ. മാതാപിതാക്കളെ, എൻ്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരാൻ എനിക്ക് കൺസെൻറ്റാ. അങ്ങനെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ് ആ വിശ്വാസത്തോടെ ഇരുകരങ്ങൾ ഉയർത്തി പേര് പറഞ്ഞ് കർത്താവിന് കൊടുത്ത്, കർത്താവെ, ഞാൻ തരികയാ, കർത്താവെ, നിനക്ക് വേണ്ടി തരികയാണ്, അവനെ നീ എടുത്തോ കർത്താവെ. ഇന്ന് രാത്രി ആ കൺസെൻറ്റ് കർത്താവിന് കൊടുത്താൽ ഇന്ന് നീ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്ന മകനെ, ആ മകളെ എവിടെ പോയാലും കർത്താവ് തൻ്റെ രാജ്യത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങും. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാർമേഘത്തിന്റെ ഉള്ളിൽ മിന്നും സൂര്യ ശോഭ കാണുന്നവർ ഇന്ന് രാത്രി ഉഴപ്പുകളെ നോക്കണ്ട, അവരുടെ അനുസരണക്കേടിനെ നോക്കണ്ട, അവരിന്ന് ആയിരിക്കുന്ന ആ വികലതകളെ നോക്കണ്ട. അതിനപ്പുറത്ത് 5 അപ്പവും 2 മീനുമായി പറഞ്ഞു വിട്ട ഒരു അമ്മയുടെ മോന്റെ അപ്പം എടുത്തിട്ട് ഒത്തിരി പേർക്ക് അനുഗ്രഹമാക്കിയ ദൈവം ഇന്ന് രാത്രി നിന്റെ ഉഴപ്പം മകനെ, മകളെ, ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന ഒരു ദൈവ ശക്തിയുണ്ട്. ക്രൂശിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ക്രൂശിന്റെ വേല ചെയ്യോ ആ കർത്താവിനെ കുറിച്ച് പറയാൻ കൊടുക്കാൻ ആ കരങ്ങൾ ഉയർത്തി ഒരിക്കലൂടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങക്ക് എൻ്റെ മക്കളെ തരുന്നു, എൻ്റെ കൊച്ചുമക്കളെ തരുന്നു എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി നിനക്ക് വേണ്ടി മക്കളെ എറിഞ്ഞു നൽകുന്ന ഈ പൊന്നപ്പൻ്റെ അമ്മയുടെ കരങ്ങൾ സ്വർഗം കണ്ടിരിക്കുക. സ്തോത്ര. ആ കരങ്ങൾ അവരിപ്പോൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ആ കുഞ്ഞുങ്ങളെ നീ അങ്ങ് ഏറ്റെടുത്തിരിക്കാൻ അപ്പാ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അവരെ ഏറ്റെടുത്തിരിക്കുക. സ്തോത്ര. കാലത്തിന്റെ തികവിൽ അവർ സുവിശേഷകരായി നിൽക്കട്ടെ. കർത്താവ് വരാൻ താമസിച്ചാൽ ഈ സെമിനാരിയിൽ അവർ പഠിക്കട്ടെ. തിരികുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളൊരു മുഴക്കം കാണുന്നു. ഒരു യുവശക്തി എഴുന്നേൽക്കുന്നത് 2020 കർത്താവ് എന്നോട് പറഞ്ഞു. 2020 ജനുവരി മാസം ഡിസംബർ മാസം 31-ാം തീയതി പുതുവത്സരത്തിന്റെ ഒരു ദൂതിന് വേണ്ടി ഞാൻ മുട്ടുനിന്ന് കരഞ്ഞ് എൻ്റെ കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഇത് 20കാരെ തൊടുന്ന വർഷമാണ്. 2020 20 വയസ്സിൽ
പ്രായമുള്ള ഒരു ചെറുപ്പക്കാരെ ദൈവം സ്പർശിക്കുന്ന വർഷമാണ്. ദൈവം ആത്മാവിന്റെ നിയോഗത്തോടെ, ആത്മശക്തിയോടെ ഒരു യുവജനത എഴുന്നേൽക്കുന്ന വർഷമാണ്. പല നിലകളിൽ 2020 ലോകം പ്ലാൻ ചെയ്യുമ്പോൾ ദൈവസഭ പ്രാർത്ഥിക്കാമോ? ഒരു 20s എഴുന്നേൽപ്പിക്കുന്ന ദൈവശക്തി. എത്ര പേരാ ദർശനം ഇന്ന് രാത്രി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും? 20കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, 20ൽ താഴെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഒക്കെമെങ്കിൽ എല്ലാ ആഴ്ചകളിലും അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തി കരം ചൂണ്ടി പ്രാർത്ഥിക്കുക. ഒരു യുവ സൈന്യം കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുക. റൈസ് ആൻഡ് ഷൈൻ നമ്മുടെ ടീമാണല്ലോ. എഴുന്നേൽക്കട്ടെ, ആ ഒരു യുവ സൈന്യം എഴുന്നേൽക്കട്ടെ. ആരും പോകാത്തടുത്ത് പോകാത്തത് ഇന്ന് രാത്രി നിന്റെ മകന്റെ മകളുടെ ഉത്തരവാദിത്വം കർത്താവ് ഏറ്റെടുത്ത് അവരെ എഴുന്നേൽപ്പിക്കുന്ന വർഷമാക്കി 2020 മാറും. സ്വോത്രം 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 സ്വോത്രം. ഇന്ന് രാത്രി ആ ദർശനം എത്ര പേർ ഏറ്റെടുക്കുക? 20s വർഷമാണ്. 20 വിവിധ നിലകളിൽ അത് പ്ലാൻ ചെയ്തു. ബിസിനസ്സുകാർ അവരുടെ നിലകളിൽ, ഇവന്റുകാർ അവരുടെ നിലകളിൽ, രാഷ്ട്രീയക്കാർ അവരുടെ നിലകളിൽ. എന്നാൽ ദൈവസഭ 20കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, 20 അത് താഴെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ 2020 ഒരു യുവജനങ്ങളെ ആത്മാവിന്റെ ശക്തിയോടെ ദൈവം നമ്മുടെ സഭകളിൽ എഴുന്നേൽപ്പിക്കോ. ഇന്ന് അതിനുള്ള സാധ്യത ഇല്ലെങ്കിലോ അതിനപ്പുറത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നാം പ്രാർത്ഥിച്ചാൽ സംഭവിക്കും. കാരണം ക്രൂശിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കർത്താവ്, ആ അമ്മമാരെ കർത്താവിന് കൊടുക്കുക. മക്കളെ ആദ്യം അവർക്ക് വേണ്ടി അവർ കർത്താവിന് വേണ്ടി എങ്ങും പോകാത്തടത്ത് പോകട്ടെ. അങ്ങനെ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവ് 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടു. അവിടെ കിടന്നുകൊണ്ട് ഒരു കള്ളൻ പറയുന്നു, ഇവന് ദുഷിച്ചു പറയുകയാണ്, അവനെ ദുഷിക്കുന്നു. എന്നാൽ മറ്റൊരു കള്ളൻ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 34-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ സമശിക്ഷാവധിയിലല്ലേ പിന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 23:43. എന്നാൽ 23:34 കർത്താവ് ഇങ്ങനെ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെടുമ്പോൾ, ആണികൾ അടിക്കപ്പെടുമ്പോൾ അവിടുന്ന് ചെയ്യുന്ന ആദ്യത്തെ ഒരു വചനത്തെ 23:34 ലൂക്കോസ് പരിചയപ്പെടുത്തുന്നുണ്ട്. അതൊരു പ്രാർത്ഥനയാണ്. പൊതുവെ ലൂക്കോസ് സുവിശേഷം പ്രാർത്ഥനിക്കുന്ന ഒരു യേശുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് വേണ്ടി അത് എഴുതപ്പെടുന്നത്. ലൂക്കോസ് 23:34 പറയുന്നു, എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ക്രൂശിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. അതെന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. അത് അഡ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, പിതാവേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിതാവേ, ഇവർ ചെയ്തത് എന്തെന്നറിയായികയാൽ. അപ്പോൾ ക്രൂശിൻ്റെ വചനത്തിൻ്റെ ഒന്നാമത്തെ ആ വചനത്തിൻ്റെ ആ ആദ്യത്തെ പാർട്ടി കാണുകയാണ്. നമുക്ക് ഒരു പിതാവുണ്ടെന്നുള്ള പ്രത്യേകതയാണ്. ആ പിതാവിൻ്റെ പ്രത്യേകത എന്താ? ക്ഷമിക്കുന്ന ഒരു പിതാവാണ്. ആ പിതാവ് ക്ഷമിക്കുന്ന ഒരു പിതാവാണ്. അതുകൊണ്ടാണ് കൊലോസ് ലേഖനത്തിലും എഫേസ് ലേഖനം 5-ാം അധ്യായത്തിലും കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിലും പറയുമ്പോൾ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് അവരെ എന്ത് ചെയ്യാൻ പാടില്ല? കോപിപ്പിക്കാൻ പാടില്ല. അധൈര്യപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് കോപിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട്. പിതാക്കന്മാരെന്നാണ് പറയുന്നത്, മാതാക്കളെന്നല്ല, പിതാക്കന്മാരെ. എന്തുകൊണ്ട് അധൈര്യപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് കോപിക്കരുതെന്ന് പറയുന്നത്? ഇന്ന് ഞാൻ കാണുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒത്തിരി അപ്പന്മാരും ഒത്തിരി പേരൻസ് ചെറിയ തെറ്റിൻ്റെ മുമ്പിൽ അവരെല്ലാം വല്ലാതെ കോപിക്കും. എങ്ങനെ കോപിക്കരുതെന്ന് വേദപുസ്തകം പറയുന്നില്ല. അധൈര്യപ്പെടുമാർ എന്ത് ചെയ്യരുത്? കോപിക്കരുത്. ഒരു തെറ്റിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ചെറിയ മിസ്റ്റേക്സിൻ്റെ മുമ്പിൽ പോട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്കിന്ന് കേൾക്കാൻ പാടാണ്. ഒരു മനുഷ്യനും പോട്ടെന്ന് പറയത്തില്ല. സിമ്പിളായിട്ട് നോക്കിയേ, നമ്മളിങ്ങനെ പോവുകയാണ്, നമ്മുടെ വണ്ടിയിൽ ഒന്ന് ചെറുതായിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് ഒരയോ ഒന്ന് മുട്ടുകയോ ഒക്കെ ചെയ്താൽ ഒന്ന് പോട്ടെന്ന് പറയാൻ ഒരു മനുഷ്യനുണ്ടോ? വല്ലാതെ നമ്മളെ വിറയ്ക്കുന്നത് കാണാം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ സിഗ്നലിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ വണ്ടികൾ നിൽക്കുകയാണ്. ചിലപ്പോൾ അത്യാവശ്യത്തിനൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നിടത്തുനിന്ന് ചിലർ അഹങ്കാരം കൊണ്ട് കയറി വരും, ചിലർ എമർജൻസി കയറി വരുമ്പോൾ അവിടുന്ന് ഒരു വണ്ടി വന്നാൽ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനൊക്കത്തില്ല. പിന്നെ ഇവർക്ക് ഏക രക്ഷയേ ഉള്ളൂ, ഇടത്തോട്ട് ഈ ലൈനിടയിലൊന്ന് കയറണം. അതിനൊരു ചെറിയ ഗ്യാപ്പ് കാണും. കയറാൻ വേണ്ടി അവരെങ്ങനെയെങ്കിലുമൊക്കെ ശ്രദ്ധിച്ച് ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഒന്ന് കൈയൊക്കെ കാണിച്ച് കയറുമ്പോൾ അടുത്തിരിക്കുന്ന ചേച്ചി പറയും, മുട്ടുകൊടുക്കരുത്, അഹങ്കാരി, കയറുന്നില്ലേ, മുട്ടിച്ചേർത്തേക്ക്. ഈ അച്ചായനെ ചേച്ചി മുപ്പിക്കും, അങ്ങോട്ട് മുമ്പോട്ടെടുക്കും, മുമ്പിൽ ഇരിക്കുന്ന വണ്ടിയെ പോയി മുട്ടും, പിന്നെ പോത്തില്ല, അവിടെ നിന്നോളൂ. എന്നാൽ പോലും ഒരു ചെറിയ ഗ്യാപ്പിൽ ഒന്ന് ചവിട്ടി കൊടുത്താൽ ഇവർ കയറിപ്പോവും. അതിന് പോലും മനുഷ്യൻ എന്തില്ല? ക്ഷമയില്ല. അവിടെ പോലും ഒന്ന് പോട്ടെ, അവരങ്ങ്
പൊക്കോട്ടെ, നമുക്ക് സമാധാനത്തോടെ പോകാം എന്ന് പറയാൻ ഒരു മനുഷ്യനില്ലാത്ത ലോകം. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിക്കുന്നത്, നമുക്കൊരു പിതാവുണ്ട്. എന്ത് പിതാവ്? ക്ഷമിക്കുന്ന ഒരു പിതാവുണ്ട്, ക്ഷമിക്കുന്ന ഒരു പിതാവുണ്ട്. ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥതയുടെ ഭാഷയെ പറയാം, അതെൻ്റെ പരമാർത്ഥമായ സത്യമാണ്. കഴിവുണ്ടായിട്ടോ വലിയ മിടുക്കുണ്ടായിട്ടോ ഒന്നും അല്ല നിൽക്കുന്നത്. ഞാൻ ആദ്യമൊക്കെ പ്രസംഗിച്ച പ്രസംഗങ്ങളിൽ ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് ഒരു കൺവെൻഷന് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയപ്പോൾ അന്ന് എന്നെ കളിയാക്കി കൊന്നെല്ലാവരും കൂടെ. പച്ച മലയാളത്തിൽ ഞങ്ങളുടെ പിള്ളേർ സെറ്റൊക്കെ പറയും, കളിയാക്കി പൊങ്കാലയിട്ടെന്നൊക്കെ പറയുന്ന പോലെ എന്നെ അങ്ങ് ഇല്ലാതാക്കിയിട്ടുണ്ട്. എന്നാണെന്നറിയാമോ? ഞാൻ പ്രാർത്ഥിച്ചതെന്നാണ്, കരണ്ട് മൈക്ക് കർത്താവേ സിസ്റ്റം എല്ലാം അഭിഷേകം കൊണ്ട് അങ്ങോട്ട് നിറയട്ട് കർത്താവേ. അപ്പം ഞങ്ങളുടെ പിള്ളേരെല്ലാം കൂടെ പറഞ്ഞിട്ട്, അത് അഭിഷേകം നിറഞ്ഞാൽ കരണ്ട് അടിച്ച് അത്തുകൊത്തില്ലട ഇറക്കാം, നീ എന്തോ ഈ പ്രസംഗിച്ച് പ്രാർത്ഥിച്ചത് അബദ്ധം പറ്റി പ്രാർത്ഥിച്ചതാണ്. എന്നാലും സിൻസിയർ ആയിരുന്നുള്ള വേറെ സത്യം. പ്രാർത്ഥിച്ചപ്പോഴൊക്കെ മിസ്റ്റേക്സ് വന്നു, പ്രസംഗിച്ചപ്പോൾ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ചെറിയ മിസ്റ്റേക്സൊക്കെ അത് മാത്രം കട്ട് ചെയ്തെടുത്ത് ഇട്ടിട്ട് അങ്ങ് വല്ലാതെ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഒരിക്കലും കണ്ട് ഒരു വിഷയം വന്നിട്ട് എന്നെ എല്ലാവരും കൂടെ വിരട്ടി. അതൊരു പാട്ടിൻ്റെ പേരിലായിരുന്നു. അപ്പം എന്നോട് ആരാണ്ട് പറഞ്ഞു, അത് ആരാണ്ട് ഒരു സിനിമയുടെ പാട്ടാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഫാൻസ് അസോസിയേഷൻകാർ വരും, ഏത് നിമിഷം വീട് ആക്രമിക്കുക. ഞങ്ങളുടെ വീട് അടച്ചിട്ടാൻ തുടങ്ങി. കാരണം എൻ്റെ ഭാര്യയ്ക്ക് പേടിയായി, ഏത് നിമിഷം ആ ഫാൻസുകാർ ആക്രമിക്കാൻ വരും. സുഹൃത്തുക്കളെല്ലാം ചോദിച്ചു, വേറെ ഒന്നുമില്ലേ? എല്ലാവരും കുറ്റപ്പെടുത്തി. എനിക്കാണെ ഇതിൻ്റെയൊക്കെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പാടാം. നമ്മൾ ഈ നിൽക്കുന്ന പച്ചയൊക്കെ ഉള്ളൂ. നല്ല അടിയോ നല്ല വർത്താനം മുഖത്ത് നോക്കി പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പാടാം. ഞാൻ പോയി ഒറ്റ കാര്യം ചെയ്യും, പിന്നെ കുളിക്കത്തില്ല, കഴിക്കത്തില്ല, പല്ല് തേക്കത്തില്ല, എഴുന്നേക്കത്തില്ല, ഒറ്റ കിടപ്പായിരിക്കും 1-2 ദിവസം. അത്രയ്ക്കുള്ള ശക്തിയൊക്കെ എൻ്റെ കാര്യമുള്ളൂ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ് ഇതൊക്കെ ഉള്ളൂ ഞാനൊക്കെ. അപ്പോൾ എനിക്ക് എല്ലാവരുടെ കാര്യത്തില്ല, എൻ്റെ കാര്യം ഇതാ. ഇങ്ങനെ തളർന്നിങ്ങനെ കിടക്കുമ്പോൾ പിന്നെ പല്ല് പോലും തേക്കത്തില്ല, കട്ടിലിൽ നിന്ന് എഴുന്നേക്കത്തില്ല, കഴിക്കത്തില്ല, അങ്ങ് കിടക്കും, മോട്ട് കിടക്കും, തകർന്ന് കിടക്കും, തളർന്ന് കിടക്കും. പക്ഷെ ഞാൻ എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും വരാതെ പണ്ടെങ്ങോ വന്നിട്ടുള്ള പ്രവാചകന്മാരൊക്കെ ദൂതുമായിട്ട് വണ്ടി പിടിച്ചിങ്ങി വരും. സഹോദര, ദൈവാത്മാവ് പറഞ്ഞു നിൻ്റെ അടുക്ക പോകണമെന്ന്. അപ്പോൾ എനിക്കൊരു കർത്താവിനെ അറിയാം. ഇങ്ങനെ എല്ലാവരും കുറ്റപ്പെടുത്തിയാലും സാരമില്ലെന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കാൻ വരുന്ന ഒരപ്പനെ എനിക്കറിയാം. ആ അപ്പനാണ് നമ്മുടെ പിതാവെന്നുള്ളതാണ് ഏറ്റവും വലിയ ക്രൂശിൻ്റെ ശക്തി. ഇങ്ങനെയൊരു പിതാവുണ്ട്. സാരമില്ലെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ ഈ അപ്പം പറയും, ഭാരമുള്ളിൽ നേരിടും, തൻ നേരമെല്ലാം താങ്ങിടും, എന്നിട്ട് സാരമില്ലെന്നോതിടും, തൻ മാർവിലെന്നെ ചേർത്തിടും. ഇങ്ങനെ ഒരു പിതാവ് നമുക്കുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും ക്രൂശിൻ്റെ വചനത്തിൻ്റെ ശക്തി. ഏത് മിസ്റ്റേക്സിൻ്റെ മുമ്പിലും സാരമില്ലെന്ന് പറയുന്ന ഒരാളുണ്ട്. അങ്ങനെ ഒരു അപ്പം നമുക്കുണ്ട്. എനിക്ക് പറയാൻ ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്. കേരളത്തിൽ പെൺവാണിഭ കഥകളുടെ മുത്തച്ഛിയായിരിക്കുന്ന ഒരു കഥ. ആ കഥയല്ല സംഭവം. ആ കുട്ടിയെ കേരളം അങ്ങോളം ഇങ്ങോളം കൊണ്ടു നടന്നൊക്കെ ഇങ്ങനെ തെളിവെടുപ്പൊക്കെ നടത്തിയ കുട്ടി. ഏറെക്കുറെ ഒത്തിരി രാഷ്ട്രീയ കോളിലൊക്കെയുണ്ട്. ഞാനൊരിടത്ത് വായിച്ചു, ആ കുട്ടി ആർക്കും അഭിമുഖം കൊടുക്കാറില്ല. പക്ഷേ ഒരു ലേഡി പത്രപ്രവർത്തകയ്ക്ക് അഭിമുഖം കൊടുത്തപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ ആണെങ്കിലും ഇങ്ങനെ കേരളം മുഴുവൻ കൊണ്ടു നടന്ന് മാധ്യമ വിചാരണയ്ക്ക് വിധേയപ്പെട്ടിട്ട് വല്ലാതെ അപമാനിക്കപ്പെട്ടിട്ടും ഇന്ന് വരെ മരിക്കണമെന്ന് തോന്നിയിട്ടില്ല. കാരണം ഇത്രയെല്ലാം ആയിട്ടും എന്താടി നീ ചെയ്തത്, നീ എന്തിനാടി ഇങ്ങനെ ചെയ്തത് എന്ന് ഒരിക്കൽ പോലും ചോദിക്കാത്ത എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് മരിക്കണമെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്കൊരു കർത്താവിനെ അറിയാം. എല്ലാവരും തെറ്റിപ്പോയെന്ന് പറഞ്ഞാലും സ്വന്തം അപ്പം പോലും പിറച്ചാലും ഒരിക്കലും പിറയ്ക്കാതെ സാരമില്ലെന്ന് പറയുന്ന ഒരപ്പൻ എനിക്കുണ്ടെന്നുള്ളതാണ് ഈ ക്രൂശിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഹല്ലേലൂയ. ഭാരമുള്ളിൽ നേരിടും, തന്നേരമെല്ലാം താങ്ങിടും, എന്നിട്ട് സാരമില്ലെന്നോതിടും, തന്മാർവിലെന്നെ ചേർത്തിടുക. ഇങ്ങനെ തളർന്ന് കിടക്കുമ്പോൾ ചിലപ്പോൾ ഒരു പ്രവാചകൻ്റെ രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ ഒരു ദൈവദാസൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വചനത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കാം. ഇങ്ങനെ എൻ്റെ അപ്പൻ എൻ്റെ അടുക്ക വന്ന് എന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയുന്ന മക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ അപ്പൻ്റെ സ്നേഹം ഓർത്ത് ദൈവത്തെ ഒന്ന് കരമുയർത്തി പിടിച്ചൊന്ന് സ്തുതിച്ച്, അപ്പം ഇങ്ങനൊരു അപ്പം നമുക്കില്ലേ, ഇങ്ങനൊരു അപ്പം നമുക്കില്ലേ? എല്ലാവരും കുറ്റപ്പെടുത്താനേ അറിയത്തുള്ളൂ. എന്നോടൊക്കെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ജനിച്ച് വളർന്നപ്പോൾ അപ്പൻ്റെ കുറ്റപ്പെടുത്തൽ, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആങ്ങളുടെ കുറ്റപ്പെടുത്തൽ, സഹിച്ചു പാസ്റ്റേ, വീട്ടിൽ കല്യാണം കഴിച്ച് ചെന്നപ്പോൾ കുറ്റപ്പെടുത്തുന്ന അമ്മച്ചി, പിന്നെ എല്ലാത്തിനും കുറ്റപ്പെടുത്തുന്ന ഭർത്താവ്, എല്ലാം സഹിക്കുക. ഇപ്പോൾ മക്കളുടെ കാലമായപ്പോൾ അവരും ഇത് തന്നെ ഏറ്റെടുത്തു. എന്നാലും ഒരു കാര്യമുണ്ട്, അങ്ങനെ ഒരു പെൺകുട്ടിയെ ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട്. നല്ലൊരു കുട്ടി
ഒത്തിരി നല്ല വീട്ടിൽ നിന്ന് വന്നൊരു കുട്ടി, പക്ഷെ ശാന്തയായൊരു കുട്ടി, കല്യാണം കഴിച്ച് വിട്ടത് ശക്തിയായൊരു വീട്ടിൽ, ശക്തിയായ അമ്മായിമ്മ, സപ്പോർട്ടല്ലാത്ത ഭർത്താവ്, എല്ലാത്തിനും എന്തിനും ഏതിനും കുറ്റപ്പെടുത്തൽ, സഹിക്കാൻ വയ്യാതെ ഇവൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ബാത്റൂമിൽ കയറും, എന്നിട്ട് ആ വായിലിങ്ങനെ തോർത്ത് കുത്തി വെച്ചിട്ട് കരയും. കരഞ്ഞു കലങ്ങി ഇറങ്ങി വന്നാൽ അമ്മച്ചി ചാടും. താണ്ട് മിണ്ടുന്നതിന് മുമ്പ് ഇവൾ മോങ്ങാൻ തുടങ്ങി. അയ്യോ ഭാഷ മോശമായി ക്ഷമിക്കണേ, പരമാർത്ഥം ഇങ്ങനെയൊക്കെയാ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ്. അയ്യോ ഇതിനോടൊന്നും പറയാൻ കൊള്ളത്തില്ല. ആ കുട്ടി അതുകൊണ്ട് മുഖം കഴുകി ഇറങ്ങി വരും. വർഷങ്ങൾ കഴിഞ്ഞു, എനിക്ക് ഈ സംഭവം അറിയാം, എന്നോട് ആ വേദനകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അടുത്തിടയ്ക്ക് ഞാനൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവളെ ഒരിക്കൽ പോലും കാണാത്തൊരു ദൈവദാസൻ ആ കുട്ടിയെ മുമ്പിൽ വിളിച്ചിട്ട് കൈ വെച്ചിട്ട് പറയുന്നു, നിൻ്റെ ആദ്യ നാളുകളിൽ കുടുംബത്തിലേക്ക് വന്നപ്പോൾ വേദന തോന്നുമ്പോൾ കുളിമുറി കയറി ബാത്റൂം ടാപ്പ് തുറന്ന് വിട്ട് ഉറക്ക കരഞ്ഞത്, വായിൽ തോർത്ത് തിരികെ കരഞ്ഞത്, എന്നിട്ട് ആരും കാണാതെ സോപ്പിട്ട് മുഖം കഴുകി ഇറങ്ങി വന്നത് കുഞ്ഞെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം അറിയാ. ഏത് ഭാരം നേരിടുമ്പോഴും ഈ അപ്പനുണ്ട്, സാരമില്ലെന്ന് പറയുന്ന ഒരപ്പൻ, പിതാവേ ക്ഷമിക്കുന്ന ഒരപ്പൻ, ഭാരമുള്ളിൽ നേരിടും തന്നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരമെല്ലാം സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ, സാരമില്ലെന്നോതിടും തൻ ചേർത്തിടും എന്നും നല്ലവേശു എന്നും. ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. ഓ ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും എന്നും നല്ലവേ യേശു എന്നും നല്ലവേ. ഓ ഇന്നലെയും എന്നുമെന്നും അന്യനല്ല യേശു, ഇന്നലെയും എന്നുമെന്നും അന്യനല്ല. അപ്പോ ക്രൂശിന്റെ വചനത്തിന്റെ ഒന്നാമത്തെ ശക്തി നമുക്കൊരു പിതാവുണ്ടെന്നുള്ള അറിവാണ്. നമ്മൾ അനാഥരല്ല, നമുക്കൊരു പിതാവുണ്ട്. പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം, ക്ഷമിക്കണം. കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, ക്ഷമിക്കണം. ക്ഷമിക്കാൻ ശക്തി വേണം പ്രിയരെ. ഇന്ന് പലരും കോപിക്കുന്നവരാണ്. ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം, വലിയ വിശുദ്ധരെന്നൊക്കെ പറയുന്ന മനുഷ്യർ പോലും ചെറിയ വിഷയങ്ങളുടെ മുമ്പിൽ ഒത്തിരി ക്ഷമിക്കാൻ കഴിയാതെ വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും കോപത്തിൻ്റെയും ഒക്കെ ലോകത്തേക്ക് പോകുമ്പോൾ, ക്ഷമ ഒരു സംസ്കാരമാണ്, ക്രിസ്ത്യൻസ് കൾച്ചറാണ്, പിതാവിൻ്റെ സംസ്കാരമാണ്. ആ അപ്പൻ്റെ മക്കൾക്ക് ആ അപ്പനിൽ നിന്നുള്ളൊരു സ്വഭാവം കിട്ടണം. ക്ഷമിക്കാതിരിക്കാനും കോപിക്കാനും യാതൊരു ശക്തിയും വേണ്ട. ബലഹീനൻ്റെ മാർഗ്ഗമാണ് കോപിക്കുന്നത്. എന്നാൽ ചില വിഷയങ്ങളൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അതുല്യ കൃപ കിട്ടണം. ക്രൂശിൻ്റെ വചനത്തിനൊരു ശക്തിയുണ്ട്. ഈ അപ്പൻ്റെ സ്വഭാവം നമ്മൾ പരമാർത്ഥം പറഞ്ഞാൽ ചില മനുഷ്യരിങ്ങനെ കോപിക്കും. സത്യമായിട്ട് നിങ്ങൾ നോക്കിയേ, നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ ചാടി, പെൺപിള്ളേരൊക്കെ ഇങ്ങനെ കോപിച്ച് ജ്വലിച്ച് വരുമ്പോൾ പ്രായമുള്ളവർ പറയും, അയ്യോ ആ ചത്തുപോയ മാവി എങ്ങോട്ട് പോയെന്ന് നോക്കണ്ടെന്ന് പറയും. അവർ നിൽക്കുന്ന സത്യമല്ലേ? ആ മാവി ഇങ്ങനെ തുള്ളുന്ന പോലെ തന്നെ തുള്ളും. ചില ആമ്പിള്ളേരിങ്ങനെ കരയും തുള്ളുമ്പോൾ പറയും, തണ്ട വല്യപ്പച്ചൻ എങ്ങോട്ട് പോയെന്ന് നോക്കണ്ട, ആ മുഖവും ആ ഭാവമല്ല. ഇതെന്താ കാര്യം? പാരമ്പര്യത്തിൽ കൂടെ അപ്പച്ചൻ ഇങ്ങനെ കയറി വരും. ഇതൊക്കെ ഈ ശാപം എന്നൊക്കെ പറയുന്നത് ആ സ്വഭാവത്തിൻ്റെ ജീൻ്റെ അകത്തോട്ട് കയറി കിടക്കുകയാണ്. ആ സമയമാകുമ്പോൾ മാവി കയറി വരും, ആ സമയമാകുമ്പോൾ അപ്പച്ചൻ കയറി വരും. എന്നാൽ ഈ സമയമാകുമ്പോൾ നമുക്ക് ഈ അപ്പച്ചൻ്റെ കൃപ കിട്ടണ്ടേ? ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കൃപ. കോപിക്കാൻ ഒരു ശക്തിയും വേണ്ട, ക്ഷമിക്കണേ ഭയങ്കര ശക്തി വേണം. എന്തിൻ്റെ ശക്തി? കോപം കൂടുന്നത് കൃത്യമായിട്ട് കർത്താവിനോട് പറഞ്ഞ്, ഈ ആത്മബലം കുറയുമ്പോഴാണ് ഈ കോപവും ദേഷ്യവും നിരാശയും ഒക്കെ കൂടുന്നത്. എന്നാൽ ആത്മശക്തി കിട്ടുമ്പോൾ അതിനെ ജയിക്കാൻ നമുക്ക് കഴിയും. ഇന്ന് രാത്രി കർത്താവ് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് എന്താണ്? ബോഷത്വം. രക്ഷിക്കപ്പെടും നമുക്കതെന്താണ്? ദൈവശക്തിയാണ്. ക്ഷമിക്കാനുള്ള ഒരു ശക്തി, ക്ഷമയുടെ സംസ്കാരത്തിൻ്റെ ഒരു ശക്തി എനിക്ക് കിട്ടണമെന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നവർ
വല്ലാതെ ഞാൻ ദേഷ്യപ്പെട്ടു പോകുന്നു. വീട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വിറയ്ക്കുന്നു. പറഞ്ഞില്ലേ, പലരും എല്ലായിടത്തും ജയിക്കും. പരമാർത്ഥമാണ് ദേവദാസൻ പറഞ്ഞത്. വീട്ടിലത് നോക്കുന്നത്. കാരണം നമ്മൾ ഏറ്റവും വലിയ ഒരകല്ല് വീടാണ്. ഞാനും ഒരു കുടുംബസ്ഥനാണ്. ഒരകല്ല് വീടാണ്. കർത്താവേ, അവിടെ ജയിക്കാനുള്ള ഒരു കൃപ കിട്ടണമെന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നവർ, ക്രൂശിൻ്റെ വചനത്തിന് ആ ശക്തിയുണ്ട്. അത് ഈ പാരമ്പര്യമായിട്ട് കിടക്കുന്ന ഒരു കുട്ടിപ്പിശാചുണ്ട്. അതിങ്ങനെ കയറി വരും, പല രൂപത്തിൽ പല ഭാവത്തിൽ. എന്നാൽ ഇന്ന് രാത്രി അതിനെ ജയിക്കുന്ന ക്രൂശിൻ്റെ ശക്തി എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ അകത്ത് കിടക്കുന്ന ആ ദേഷ്യഭാവത്തെ എല്ലാം ഉണ്ട് നമ്മൾ. പക്ഷെ നമ്മുടെ ആ നന്മയെ ഇല്ലാതാക്കുന്ന, നമ്മളിങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ തന്നെ പ്രാഗൽഭ്യത്തെ കെടുത്തുന്ന ആ കോപത്തിൻ്റെ ശക്തിയെ ജയിക്കുന്ന ക്രൂശിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി വേണ്ടവർ ആ ശക്തിക്ക് വേണ്ടി ഏറ്റവും വലിയ വിടുതലുണ്ടാകുന്നത് സെൽഫ് റിയലൈസേഷൻ ആണ്. ഞാൻ ഇന്നതാണെന്ന് അറിഞ്ഞാൽ നമുക്കൊരു വിടുതൽ കിട്ടും. അങ്ങനെ ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ദൈവത്തോടൊന്ന് രാത്രി ഒരിക്കൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചേ, കർത്താവേ, എനിക്ക് ഈ ഒരു ശക്തി വേണം. എന്തിന്? കോപത്തെ ജയിക്കും. ഇതിനകത്ത് കർത്താവ് ആത്മാവിനോട് പറഞ്ഞു, വളരെ അടക്കാനാവാത്ത കോപത്തിൽ പറയുന്ന വാക്കുകൾ എന്തെന്നാന്ന് അറിയാതെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയും, ഞാൻ പറഞ്ഞിട്ട് അന്നേരം മറന്നു. സത്യമാണ്. പക്ഷേ ഈ കേട്ടവരുടെ ഹൃദയത്തിൽ നിന്ന് അവർ തകർത്താലും പോകത്തില്ല, മരിച്ചാലും പോകത്തില്ല, അത്ര മുറിവുകൾ ഉണ്ടാക്കുന്ന വാക്കുകൾ പറയും. ഇതുകൊണ്ടാണ് അധൈര്യപ്പെടുന്നത്. എനിക്കറിയാവുന്നൊരു കൊച്ചൻ, ഞാനൊരു കോൺഫറൻസിൽ പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഈ ദൈവാത്മാവോട് പറഞ്ഞ് ഈ കൊച്ചനോട് സംസാരിക്കണം. ഞാൻ നല്ല അമ്പോറ്റിയൊരു കൊച്ചൻ, എന്തൊരു സുന്ദരൻ. ഞാൻ യോഗം കഴിഞ്ഞപ്പോൾ അവിടെ ചോദിച്ചു, കുഞ്ഞേ, നിൻ്റെ അപ്പനുമായിട്ട് നിൻ്റെ ബന്ധം അങ്ങനെ ഉണ്ട്? ഇവൻ കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു, അവൻ സ്കൂളിൽ കൊച്ചിലെ ആ കുസൃതിയാണ്. അവനെ കൊണ്ട് പഠിക്കാൻ വേണ്ടി അവനെ കൊണ്ടൊന്ന് ട്യൂഷന് വിട്ട് അവനെ വിളിക്കാൻ അപ്പം വന്നപ്പോൾ അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പന് ദേഷ്യം വന്നു. അവിടം തൊട്ട് അടിച്ചു, വീട് വരെ അടിച്ചു, നിക്കർ ഊരി അടിച്ചു, വീട്ടിൽ കൊണ്ടുവന്ന് അടിച്ച് ഇവനെ പൊട്ടിച്ചിട്ട് അടുത്തൊരു തെങ്ങും കുറ്റി ഉണ്ടായിരുന്നു. ആ തെങ്ങും കുറ്റി വെട്ടിയിട്ടിരിക്കുക, അതിനകത്ത് മുഴുവൻ ചെതലാണ്. ഇവനെ പിടിച്ച് അതിനകത്തിരിക്കി, നിക്കറെല്ലാം ഊരി അടിച്ച് അതിനകത്തിരുത്തി. എഴുന്നേക്കാൻ നോങ്ങും പറഞ്ഞ് എഴുന്നേറ്റാൽ അടിക്കും. 1/2 മണിക്കൂറോളം ഇതിനകത്തിരുത്തി. ഇപ്പം അവൻ വലുതായി മക്കളായി. പക്ഷേ ഇപ്പോഴും അവൻ അപ്പനോട് മിണ്ടത്തില്ല. കാരണം അവനോട് പറഞ്ഞു, അച്ഛാ, അപ്പനോട് മിണ്ടണം. മിണ്ടാൻ തുടങ്ങുമ്പോൾ ഓർക്കും തെങ്ങും കുറ്റിയും ചെതലും. എന്താ കാര്യം? ആ കോപത്തിൽ കൊണ്ട് ഇരുത്തിയതാണ്. ജയം ആര് ജയിക്കും? അധികാര വടംവലി. സത്യത്തിൽ ഇതൊരു അധികാരം വടംവലിയാണ്. മക്കൾ ആരാണ്? ഞാനാണോ നീയാണോ? ആ വടംവലിക്കകത്ത് തീരാത്ത മുറിവുകളല്ലേ സമ്മാനിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി കർത്താവേ, നിൻ്റെ ക്ഷമ എൻ്റെ ബലമാണ്, എനിക്കതിനുള്ള ബലം തരണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഒന്ന് കരമുയർത്തി പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായി ഇന്ന് രാത്രി കർത്താവേ, ക്ഷമിക്കുന്ന ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. എന്നാൽ ഇന്ന് രാത്രി വലിയതൊന്നും ചെയ്യാനല്ല, എൻ്റെ ജീവിതത്തിൽ ജയിക്കാൻ, ദേഷ്യത്തെ ജയിക്കാൻ ക്ഷമയുടെ ശക്തി, കർത്താവിൻ്റെ ക്രൂശിൻ്റെ ശക്തി എനിക്കിന്ന് രാത്രി വേണമെന്ന് എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ ആവശ്യമുള്ളവരൊക്കെ കരമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ 52ാമത്തെ കൺവെൻഷൻ്റെ 2ാമത്തെ ദിനരാത്രി ആ ദൈവശക്തി നമ്മുടെ മേൽ രാത്രി വ്യാപരിക്കട്ടെ. ഒരു ചെറിയ കാര്യമല്ല. ആ മേഖലയിൽ നിന്നൊരു മോചനം ലഭിച്ചാൽ എളിയവൻ അതിൽ നിന്ന് പൂർണ്ണമായി മോചിക്കപ്പെട്ട ഒരാളല്ല. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, ഈ വചനം മനസ്സിലാക്കിയത് മുതൽ ഒത്തിരി വ്യത്യാസം എൻ്റെ ലൈഫിൽ കർത്താവ് കൊണ്ട് തന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവേ, എന്നെ രക്ഷിക്കണമേ, എനിക്ക് ശക്തി വേണമെന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെ കരമുയർത്തി ദൈവത്തോടൊന്ന് ചോദിച്ചേ. ക്ഷമിക്കുന്ന ശക്തി യേശുവിൻ്റെ നാമത്തിൽ, ക്ഷമിക്കുന്ന ദൈവശക്തി യേശു, അതിന് വേണ്ട ദൈവകൃപ, അവരുടെ ബലഹീനമാക്കി കളയുന്ന ആ ദേഷ്യഭാവത്തെ ജയിക്കുന്ന അതുല്യമായ ദൈവകൃപ ഇപ്പോൾ ഈ ജനത്തിന്മേൽ യേശുവിൻ്റെ നാമത്തിൽ പകരപ്പെടട്ടെ. സ്വീകരിക്കുക, അതിനുള്ള ശക്തിയെ സ്വീകരിക്കുക. പിതാവേ, ക്ഷമിക്കാനുള്ള കൃപ, അപ്പൻ്റെ സ്വഭാവം, ക്ഷമിക്കുന്ന സ്വഭാവത്തിൻ്റെ കൂട്ടവകാശിയാക്കി എന്നെ മാറ്റണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലൂക്കോസ് 23:34 പിതാവേ, ഇവർ ചെയ്തത് എന്തെന്നറിയാൽ ഇവരോട് എന്ത് ചെയ്യണമേ? ക്ഷമിക്കണമേ. അതിന് 2ാമത്തൊരു തലമുണ്ട്. എല്ലാ മനുഷ്യർക്കും ക്രൂശിലൊരു ക്ഷമയുണ്ട്. നിങ്ങളുടെ പാപം എത്ര കടിഞ്ഞുപോപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ചില വിഷയങ്ങളിൽ നിന്ന് തെളിവില്ലാത്ത പേര് രക്ഷപ്പെട്ടിരിക്കുക. പക്ഷെ കുറ്റബോധത്തിൻ്റെ തടവറയിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. എന്നാൽ ആരും അറിയാത്ത രഹസ്യ പാപങ്ങളിൽ പെട്ടിട്ട് കുറ്റബോധം പേറി നടക്കുന്ന മനുഷ്യനാണെങ്കിലും അവനും സ്വന്തം മനസാക്ഷി പോലും ക്ഷമിക്കാൻ കഴിയാത്തവർക്ക് ക്ഷമ കിട്ടുന്ന ഒരിടമുണ്ട്. അത് പിതാവിൻ്റെ സന്നിധിയാണ്. ഇന്നും ക്ഷമയുടെ ഒരു ലോകം മാനവ കുലത്തിന് വേണ്ടി തുറന്നു കിടക്കുന്നു. നിങ്ങളുടെ പാപം എത്ര കടിഞ്ഞുപോപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന കുഞ്ഞാന്റെ രക്തം, അവിടെ ക്ഷമയുണ്ട്. ലൂക്കോസ് 2:23-43 ഇന്ന് നീ എന്നോട് കൂടെ എവിടെ ഇരിക്കും?
പർദീസയിൽ ഇരിക്കോ. ഇന്ന് നീ എന്നോട് കൂടെ എവിടെ ഇരിക്കും? പർദീസയിൽ ഇരിക്കും. ആദ്യ മനുഷ്യനെ ദൈവം പർദീസയിലാക്കി വെച്ചു, എന്നാൽ പാപം പർദീസയിൽ ഇറക്കി വിട്ടു. അവനൊരു കാര്യം ദൈവത്തോട് പറഞ്ഞു. സമശിക്ഷാവിധിയിലാകപ്പെട്ട ഒരു കള്ളം തള്ളിക്കളഞ്ഞപ്പോൾ ഒരു കള്ളം കർത്താവോട് പറഞ്ഞു, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ എന്ത് ചെയ്യണമേ? ഓർക്കണമേ. കർത്താവ് വേഗത്തിൽ പറയട്ടെ. കർത്താവിനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ എവിടെ ഇരിക്കോ? പർദീസയിൽ ഇരിക്കും. പർദീസ എന്നുള്ളതൊരു പേർഷ്യൻ വാക്കാണ്. പാരഡൈസ് അതൊരു പേർഷ്യൻ വാക്കാണ്. എന്നാൽ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലാകുമ്പം തന്നെ അവനൊരു കാര്യം ഉറപ്പാണ്. അത് യുഗാന്ത്യത്തിൽ ആ ഫുൾനെസ് വരുന്ന ഒന്നാണെങ്കിൽ പോലും യേശുവിലാകുന്ന നിമിഷം തന്നെ അവൻ്റെ അകത്ത് പർദീസായുടെ സന്തോഷം വരികയാണ്. പർദീസായുടെ ഇന്ന് അതിൻ്റെ ഒരു സ്ഥലമുണ്ട്. ആരും ലേറ്റ് ആയിട്ടില്ല. ഇപ്പോളാകുന്ന രക്ഷാ ദിവസം, ഇപ്പോളാകുന്ന സുപ്രസാദകാലം. ഇത് ഇന്നിൻ്റെ സുവിശേഷമാണ്. നാളത്തേക്കിന് മാറ്റി വെക്കരുത്. ഒരു കാര്യം നാളത്തേക്കിന് മാറ്റി വെക്കരുത്. അടുത്തിടയ്ക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമിപ്പിച്ച കുറേ സംഭവങ്ങളുണ്ടായി. ഒന്ന് രണ്ട് മൂന്ന് അനുഭവങ്ങളുണ്ടായി. ഈ ആ വ്യക്തിക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കണം. അവർ മരിക്കാൻ കിടക്കുകയാണ്. പോണം, അല്ലെ അവർക്ക് വിഷമത്തിലാണ്, പോണം. നാളേക്ക് മാറ്റിവെച്ച പലര് മരിച്ചുപോയി, കാണാനൊത്തില്ല. കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഒരു നിയോഗം തോന്നിയാൽ അന്ന് തന്നെ പൊക്കോണം. ഒരു നിയോഗം ഒരു വ്യക്തിക്ക് വേണ്ടി പോകാൻ പറഞ്ഞാൽ, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ, സുവിശേഷം നാളത്തേക്കിന് മാറ്റിവെക്കേണ്ട ഒന്നല്ല. അത് അന്ന് തന്നെ പോകുക. ഇന്നിൻ്റെ സുവിശേഷമാണ് സുവിശേഷം. പക്ഷേ ഇന്ന് അടുത്ത് വരുന്നവനും അവിടെ മോക്ഷമുണ്ട്, അവന് ഒരു രക്ഷയുണ്ട്. ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിരിക്കും. ആരും ചിന്തിക്കരുത് ലേറ്റായി പോകുന്നു. അപ്പം ചെല്ല് പറയൂ, സൂശിലെ കള്ളനെ കൂടെ ഞാൻ രക്ഷപ്പെട്ടോളാം. പക്ഷേ അവിടെ ഒരു അബദ്ധമുണ്ട്. അവൻ്റെ ഫസ്റ്റ് ചാൻസ് തന്നെ ആയിരുന്നു അത് അവൻ്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. ഒരിക്കലും നാളെ നമുക്കുള്ളതല്ല. ഇന്ന് കർത്താവ് ഇടപെടുമ്പോൾ ഇന്ന് ഉപേക്ഷിക്കേണ്ടതിനെ ഇന്ന് ഉപേക്ഷിച്ച, ഇന്നാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം. ഏതെങ്കിലും പാപങ്ങൾ, രഹസ്യ പാപങ്ങൾ, ആരും അറിയാത്തത് നമ്മുടെ അകത്ത് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുകയാണ്, ഇന്നാകുന്നു രക്ഷാ ദിവസം. ഇന്ന് ആ വിഷയത്തിൽ ദൈവസന്ധി റിക്കൺസൈൽ ആയാൽ, ദൈവസന്ധി നിരപ്പായാൽ, ഇന്ന് ആ നഷ്ടപ്പെട്ട സന്തോഷത്തെ കർത്താവ് നമുക്ക് മടക്കിത്തരും. നഷ്ടപ്പെട്ട ആ ദൈവാനുഭവത്തെ നമുക്ക് മടക്കിത്തരും. ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിരിക്കും. ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിരിക്കും. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷപ്തോ. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. യോഹന്നാൻ 19 ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ക്രൂശിൻ്റെ ചുവട്ടി രണ്ട് സംഭവങ്ങൾ നടക്കുന്നു. അവിടെ കുറേ പടയാളികൾ നിൽപ്പുണ്ട്. അവർ കർത്താവിൻ്റെ അങ്കിക്കായിട്ട് ചീട്ടിടുകയാണ്. അവൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. അവൻ്റെ അങ്കിക്കായിട്ട് ചീട്ടിടുന്നു. അവൻ്റെ അങ്കി ആര് കൊടുത്തതാണ്? നമ്മൾ വിശ്വസിക്കപ്പെടുന്നൊരു കാര്യമുണ്ട്, അമ്മ സമ്മാനിച്ച ഒരു അങ്കി. ആ അങ്കി അവർ ഊരിയെടുക്കുകയാണ്. എന്നാൽ ഇതിനൊരു പഴയ നിയമ പശ്ചാത്തലത്തിൽ കാണുന്നുണ്ട്. യോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, യാക്കോബിൻ്റെ ഏറ്റവും ഇഷ്ടപുത്രൻ, അവൻ്റെ അങ്കി അവൻ്റെ ആ സഹോദരന്മാരെ ഊരിയെടുത്തു. അത് 17 വയസ്സുള്ളപ്പോൾ അവൻ്റെ അപ്പം കൊടുത്ത അങ്കി ഊരിയെടുത്തു. ഈ അങ്കി എന്തിനായിരിക്കും അവർ ഊരിയെടുത്തത്? അങ്കി, അപ്പം കൊടുത്ത അങ്കി അവൻ്റെ അപ്പൻ കൊടുത്ത ഒരു കംഫർട്ടാണ്. അപ്പൻ്റെ ഇഷ്ടപുത്രൻ അത് അവൻ്റെ സഹോദരന്മാർ ഊരിയെടുത്തു. അത് ഊരിയെടുത്തത് കൊണ്ട് എന്താ ഗുണം? അവന് ഒത്തിരി പേർക്കുള്ളവനാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നു, ഈജിപ്തിൻ്റെ, മിസ്രൈമിൻ്റെ ആ കഷ്ടത്തിൽ, പട്ടിണിയിൽ 1000 പേരെ പരിപോഷിക്കാൻ ദൈവം യോസഫിനെ ഉപയോഗിക്കുകയാണ്. ഞാൻ ഒത്തിരി മക്കളെ കണ്ടു. അപ്പൻ്റെ സ്നേഹം കിട്ടാതെ പോയവർ, അപ്പം കൊടുത്ത അങ്കി ഇടാൻ കൽപ്പില്ലാത്തവർ, അപ്പൻ മരിച്ചു പോയവർ, അപ്പൻ്റെ അങ്കി ഒരാളുടെ നിന്ന് ഊരിയെടുക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ പോയിട്ട് അപ്പൻ്റെ സ്നേഹം ആവോളം അനുഭവിക്കാൻ കഴിയാത്തവരോട് ഞാൻ പറയുകയാണ്, അപ്പൻ്റെ സ്നേഹം ഒത്തിരി കിട്ടിയ മക്കളുണ്ട്. അവരാരും മോശപ്പെട്ടെന്ന് ഞാൻ പറയുന്നില്ല. അവരൊക്കെ നല്ല മക്കളാണ്. വാർദ്ധക്യത്തിൽ അവർ അപ്പൻ്റെ പുന്നാര മോനായിട്ട് ജീവിക്കും. എന്നാൽ യോസഫേ, നിനക്കൊരു കാര്യമുണ്ട്. നിൻ്റെ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ അങ്കി അവർ ഊരിയെടുത്താലോ, നീ നിനക്ക് അപ്പന് വേണ്ടി മാത്രമുള്ളവനല്ല. ഒത്തിരി പേരുടെ പട്ടിണി മാറ്റാൻ തമ്പുരാൻ നിന്നെ ഉപയോഗിക്കും. ജീവിതത്തിൽ എന്തൊക്കെയോ നിഷേധിച്ചവരെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിങ്ങൾ നിഷേധിക്കപ്പെട്ടത് അപ്പൻ്റെ സ്നേഹമാണെങ്കിൽ അപ്പൻ മറ്റൊരു പുതപ്പ് കൊണ്ട് നിന്നെ പുതപ്പിച്ചിട്ട് ഒത്തിരി പേർക്ക് സ്നേഹം കൊടുക്കുവാൻ തമ്പുരാൻ നിങ്ങളെ ഉപയോഗിക്കുന്ന ദൈവമാണ്. നിഷേധിക്കപ്പെട്ട സ്നേഹം മുഴുവൻ ഇവൻ്റെ അങ്കി, ഇവിടുത്തെ അങ്കി, കർത്താവിൻ്റെ അങ്കി അവർ ഊരിയെടുക്കുന്നു. അപ്പോൾ കുരിശിൻ്റെ ചുവട്ടിലേക്ക് കർത്താവ് നോക്കുമ്പോൾ അവിടെ വലിയൊരു ബിസിനസ് നടക്കുകയാണ്. എന്നാൽ മറ്റൊരു കാര്യം നടക്കുന്നു. സ്നേഹിച്ച തൻ്റെ അമ്മ അവിടെ നിൽക്കുന്നു, താൻ സ്നേഹിച്ച ശിഷ്യൻ അവിടെ നിൽക്കുന്നു. ശിഷ്യനെ നോക്കിയിട്ട് കർത്താവ് പറയുന്നു, നിൻ്റെ അമ്മ ഇതാണ്. അമ്മയോട് പറയുന്നു, സ്ത്രീയെ, നിൻ്റെ മകൻ ഇതാണ്. അവർ തമ്മിൽ അമ്മേ മകനെ എന്ന് വിളിച്ചു
കാണും. വിളിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, സകലതും തികഞ്ഞു എന്ന് പറയുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ക്രൂശിൽ അമ്മ ആ ജന്മം കൊടുക്കാത്ത തൻ്റെ ആ മറിയത്തെ യോഹന്നാൻ അമ്മയായി സ്വീകരിക്കുന്നു. ജനിക്കാതെ പോയ മകനെ മറിയം മകനായി സ്വീകരിക്കുന്നു. അതാണ് ക്രൂശിൻ്റെ ഏറ്റവും വലിയ ശക്തിയായിട്ട് ഞാൻ കാണുന്നത്. ഇന്ന് മനുഷ്യൻ വല്ലാത്ത സ്വാർത്ഥതയിലേക്ക് പോകുകയാണ്. അവനമനസ്സത്തിൻ്റെ ലോകം, സ്വന്തം കുടുംബം, സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയുന്ന പോലെ സ്വന്തം കാര്യത്തിനപ്പുറത്ത് ഒരു രോഗവുമില്ലാത്ത ഒരു മനുഷ്യകുലത്തിലേക്ക് ആത്മീയത പോലും വരുമ്പോൾ പലപ്പോഴും പ്രസംഗങ്ങൾ പോലും തന്നെ സ്വന്തം ശക്തിയെയും സ്വന്തം ഇഷ്ടത്തെയും പ്രീണിപ്പിക്കാനുള്ളതായി അതിനെ അങ്ങനെ പരിപോഷിപ്പിക്കുന്ന നിലവാരത്തിലേക്ക് പോകുമ്പോൾ ക്രൂശിനൊരു ഒരു കൗണ്ടർ കൾച്ചർ ഉണ്ട്. ജന്മം തരാത്തവളെ അമ്മയെന്ന് വിളിക്കുവാൻ, ജനിക്കാതെ പോയവനെ മകനെന്ന് വിളിക്കുവാൻ കഴിയുന്ന ഒരിടമുണ്ടെങ്കിൽ അത് ക്രൂശിൻ്റെ ഇടമാണ്. അവിടെ ആ വചനത്തിന് ശക്തിയുണ്ട്. ഇന്ന് വല്ലാത്ത പീഡനങ്ങൾ, കുറേ പേരെ തൂക്കിക്കൊല്ലാൻ കൊല്ലുന്നു. അതൊക്കെ ജനം കൈയടിച്ചോ ഒക്കെ സ്വീകരിക്കുന്നു. അതിൻ്റെ തലങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്താ ഇവിടെ പീഡനം പെരുകുന്നത്? അങ്ങനെയൊക്കെ പെൺകുഞ്ഞുങ്ങളെയൊക്കെ പീഡിപ്പിച്ചിട്ട് അവസാനം പത്രം പോലും വായിക്കാൻ വയ്യ, മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ഇക്കരെ ക്രൂരമായി കൊന്നിട്ട് പോകുന്ന എന്തുകൊണ്ടാണ്? കാമാന്തന്മാരുടെ ലോകം. സ്വന്തം ഒരു പെണ്ണിനെ, ഒരു സ്ത്രീയെ മറ്റൊരു തലത്തിൽ കാണുന്നു. ഒരു നല്ല നിലയെ കാണാൻ വന്നില്ല. എവിടെയോ വായിച്ചപ്പോൾ കിട്ടിയ ഒരു വായനാനുഭവം ഉണ്ട്. ഒരു പെൺകുട്ടി ഒരാളോട് ആവശ്യപ്പെടുന്നു, ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് നോക്കൂ നിങ്ങൾ, ഞാനൊരു സ്ത്രീയാണെന്ന് ഓർമ്മിപ്പിക്കാത്ത നിലവാരത്തിൽ. ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് നോക്ക് നിങ്ങൾ, ഞാനൊരു സ്ത്രീയാണെന്ന് എന്നെ ഓർമ്മിപ്പിക്കാത്ത നിലവാരത്തിൽ കാമാന്തന്മാരുടെ ലോകം. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ രാത്രി മുഴുവനും ഈ വല്ലാത്ത മേച്ഛതകൾ കണ്ടിട്ട് അതിൻ്റെ കൂടെ ലഹരിയൂടെ ഉപയോഗിച്ച കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവരുടെ കയ്യിലൊക്കെ കെട്ടിയാൽ അവരൊക്കെ കളിപ്പാവകൾ പോലെ ഇല്ലാതായി പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആധുനിക ലോകത്തിൻ്റെ രക്ഷ എന്താ? ഒറ്റ ശക്തിയേ ഉള്ളൂ. ഈ ബന്ധങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ, ആ കാഴ്ചകളുടെ അന്ധതകൾ മാറണമെങ്കിൽ ഒറ്റയാളെ കാണണം. ക്രൂശിക്കപ്പെട്ടവനെ കണ്ടാൽ ഈ ലോകത്തിൻ്റെ കണ്ണുകളുടെ വികലത മാറും. ആ കണ്ണുകളുടെ വികലത മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വിശുദ്ധീകരിക്കപ്പെടുന്ന ബന്ധങ്ങൾ ഉണ്ടാകണമെങ്കിൽ അത് ക്രൂശിൻ്റെ ശക്തി കൊണ്ടേ ഉണ്ടാകത്തുള്ളൂ. അത് ഞാൻ പറയുമ്പോൾ അത് സത്യമാണെന്ന് പറയാൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പരമാർത്ഥമായിട്ട് ഈ എളിവൻ പറയും, മ്ലേച്ഛപ്പെട്ട ബന്ധങ്ങൾക്കകത്ത് കുരുങ്ങി അവിശുദ്ധയുടെ ലോകത്തൂടെ കയറി ഇറങ്ങിയവർ ഒറ്റ ദിവസം കൊണ്ടൊക്കെ പുറത്തു വരുന്നത് എളിവൻ കണ്ടിട്ടുണ്ട്. കൗൺസിലിങ്ങിന് കഴിയാത്തത്, ഉപദേശങ്ങൾക്ക് കഴിയാത്തത്, മർദ്ദനങ്ങൾക്ക് കഴിയാത്തതിനെ സാധിപ്പിച്ച ഒന്നുണ്ട്. ക്രൂശിൻ്റെ ശക്തിക്ക് ഭയങ്കര ശക്തിയാണ്. ക്രൂശിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാത്രി ആ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവകൃപയുടെ ശക്തിക്കായി കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. അപ്പം തന്നെ അത് വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു തലം. രണ്ടാമത്തെ ഒരു തലം കർത്താവ് എന്നെ പഠിപ്പിച്ചത്, അവിടെ അവർ വിളിക്കുകയാണ്, ജന്മം തരാത്തവളെ യോഹന്നാൻ അമ്മ എന്ന് വിളിക്കുന്നു, അമ്മയെ അമ്മ, യോഹന്നാനെ മോൻ എന്ന് വിളിക്കുന്നു. മക്കൾക്ക് അമ്മയാകാൻ ജന്മം കൊടുക്കണമെന്നില്ല, മകനാകാൻ ജനിപ്പിക്കണമെന്നില്ല. ഇത് രണ്ടും കഴിയാതെ അമ്മയും മകനും ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുന്ന ഒന്നാണ് ക്രൂശ്. ആ ചുവട്ടിൽ അത് സംഭവിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ, ഇതാണ് സഭ. ഞാൻ മനസ്സിലാക്കിയ ദൈവസഭയുടെ ആഴം, ക്രൂശിൻ്റെ ശക്തി എന്ന് പറയുന്നത്. വലിയൊരു കാര്യമൊന്നും പറയാൻ എനിക്കറിയത്തില്ല, എങ്കിലും എൻ്റെ ഒരു ചെറിയ അനുഭവം എനിക്ക് പറയണമെന്നുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് ഇൻ 1960s there was a man lived in America എന്നൊക്കെ പറഞ്ഞാൽ അതിന് വലിയ ശക്തിയൊന്നും ഒന്നും ജീവൻ തോന്നണമെന്നില്ല. എങ്കിലും എനിക്ക് തോന്നിയ ഒരു ചെറിയ അനുഭവം, എൻ്റെ ഒരു സഹോദരി, ആ സഹോദരി അവർക്ക് മക്കളില്ല. അവരങ്ങനെ ഒരു കുഞ്ഞിനെയൊക്കെ വളർത്തിക്കൊണ്ട് ജീവിക്കുന്നു. പക്ഷേ അവരങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. പെട്ടെന്നൊരു ദിവസം എൻ്റെ ആ സഹോദരൻ, ആ ചേച്ചിയുടെ ഭർത്താവിന് മസിൽ ചുരുങ്ങുന്ന ഒരു രോഗം ഉണ്ടായി. ഒരു 6 മാസം കിടന്നു, അദ്ദേഹം മരിച്ചുപോയി. 6 മാസം കിടന്ന് അദ്ദേഹം മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ അമ്മയും മകളും കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു. പലരും സഹായിച്ചു. പിന്നെ കുറേ കുടിൽ വ്യവസായങ്ങളൊക്കെ ചെയ്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ മോളും അമ്മയും കൂടെ ജീവിതത്തെ സധൈര്യം നേരിട്ട് കൊണ്ട് മുമ്പോട്ട് പോയി. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഈ അമ്മയ്ക്ക് നെഞ്ചിനകത്തൊരു ചെറിയ ശ്വാസം മുട്ടലോ പ്രയാസമോ കുഴപ്പമൊന്നും തോന്നിയില്ല. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അമ്മയും മോളും കൂടെ മോളോട് പറഞ്ഞ്, ഇന്ന് നീ സ്കൂളിൽ പോകണ്ട, ആശുപത്രി പോകാം. മോളെയും കുട്ടിക്കൊണ്ട് അമ്മ ആശുപത്രിയിലോട്ട് പോകുന്നു. പോകുന്ന വഴിയിൽ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെ മടിയിലോട്ട് തല വെച്ചിട്ട് ഓട്ടോറിക്ഷ ഓടിച്ച സഹോദരനോട് പറഞ്ഞു, ഞാൻ മരിക്കുകയാണ്, ഒറ്റ ഉപകാരം ചെയ്യണോ, എൻ്റെ കുഞ്ഞിനെ കുഴപ്പമില്ലാത്ത എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വിട്ടേക്കണോ. അപ്പം മരിച്ചു. ആ അമ്മ ആ കുഞ്ഞിൻ്റെ മടിയിൽ കിടന്ന് മരിച്ചും. പക്ഷേ എങ്ങനെയൊക്കെയോ എല്ലാവരും അറിഞ്ഞു, കാര്യങ്ങൾ ഓടി നടന്നു. അവസാനം
അമ്മയെ കൊണ്ടുവന്നു, മോർച്ചറി വെച്ചു, അടക്കമെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്ന് ഞങ്ങൾ വരുമ്പം കണ്ട കാഴ്ച, ഞങ്ങളുടെ കാരണവരെല്ലാം കൂടി ഇരുന്നിട്ട് ഞങ്ങളുടെ കാര്യത്തെ പറ്റിയൊക്കെ ആലോചിക്കുകയാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു, നിൻ്റെ കയ്യിലെ പേപ്പറുകളെല്ലാം എടുത്തുകൊണ്ട് വാ. പാവം 5 വയസ്സുള്ള കുട്ടി ഓടിപ്പോയിട്ട് അലമാരി തുറന്ന് പേപ്പറെല്ലാം എടുത്തുകൊണ്ട്, ഒരു കെട്ട് ഫയലും അതിൻ്റെ ആധാരങ്ങളും എല്ലാം എടുത്തുകൊണ്ട് വന്നു. ഈ അമ്മ മരിച്ച് അടക്കിയതേ ഉള്ളൂ. ഇത് കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ ഒരു എത്തിക്കൽ സ്ട്രഗിൾ, നമ്മുടെ അകത്തൊരു ചെറിയ ധാർമ്മികത കിടപ്പില്ലേ. അപ്പം ഞാൻ പറഞ്ഞു, ഇനിയും നോ മോർ ഡിസ്കഷൻ, ഈ കുഞ്ഞിനെക്കുറിച്ച് ഇനി ആരും ഡിസ്കഷൻ ചെയ്യല്ലേ, ഒരിക്കലും മറ്റൊരു നിലയിലൊന്നും എടുക്കരുത്, അല്പപ്രശ്നം അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കല്ലേ, ഇതിൽ കൂടുതൽ എനിക്കത് പറയാൻ അറിയില്ല. അപ്പോൾ അപ്പം എന്നോട് ചോദിച്ചു, എന്താ നിൻ്റെ കാര്യം? ഞാൻ പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞിനെ എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോവാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിൻ്റെ ഭാര്യയുടെ തീരുമാനം എന്താ? ഞാൻ പറഞ്ഞു, അപ്പച്ചാ അത് ഞങ്ങൾ തീരുമാനിച്ചോളാം, ഇപ്പം ഞങ്ങൾ കൊണ്ടുപോവാണ്. അങ്ങനെ ഞാൻ കുഞ്ഞുമായിട്ട് വീട്ടിൽ വന്നു. കുഴപ്പമൊന്നുമില്ല, കുഞ്ഞ് നല്ലൊരു കുഞ്ഞ് മിടുക്കിയാണ്, ഇങ്ങനെ പോകുന്നു. പക്ഷേ അടുത്തിടയ്ക്ക് എനിക്ക് സന്തോഷം തോന്നിയ ഒരു അനുഭവമുണ്ട്. അന്നാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്നാണെന്നതൊക്കെ തോന്നിയ ഒരു നിമിഷം. ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സന്തോഷം തോന്നിയൊരു ദിവസമുണ്ട്. എന്നെ എൻ്റെ ഭാര്യ വിളിച്ചിട്ട് ചോദിച്ചു, അവൾ പറയണം, അച്ചച്ച ഒരു വലിയ സംഭവം ഉണ്ടായി. എന്താണെന്ന് അവൾക്ക് പറയാൻ വയ്യ, കുറേ കരഞ്ഞിരുന്നു, അല്ല എന്താണെന്ന് പറയാം, മുഴുമിക്കാൻ വയ്യ, കുറേ കരഞ്ഞിട്ട് പറഞ്ഞു. കുഞ്ഞൊരു കാര്യം ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താ ചോദിച്ചേ? അവളിപ്പം ചോദിക്കുന്നു, ആൻറ്റി ഞാൻ അമ്മയെന്ന് വിളിച്ചോട്ടെ ആൻറ്റി, അമ്മയെന്ന് വിളിച്ചാൽ നമ്മുടെ പിള്ളേർ വഴക്കുണ്ടാക്കുമോ, അവർക്കെന്തെങ്കിലും പിണക്കമുണ്ടാകുമോ? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അമ്മയാകാൻ വേണ്ടി ജന്മം കൊടുക്കണമെന്നില്ല, മക്കളാകാൻ ജനിക്കണമെന്നില്ല. ഇത് രണ്ടും കഴിയാതെ സ്വാർത്ഥതയുടെ ലോകത്തുനിന്ന് പുറത്ത് വന്ന് ഒത്തിരി പേർക്ക് എന്തൊക്കെയോ ആകാൻ കഴിയുന്ന ശക്തി തരുന്ന ഒന്നുണ്ട്. അത് ഈ ക്രൂശിലെ ചൂടാണ്. ക്രൂശിതൻ്റെ ശക്തി സ്വാർത്ഥതയുടെ ലോകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുന്നൊരു ശക്തിയാണ്. ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ, ഈ കൊച്ചായുസി നമ്മളിങ്ങനെ എന്തൊക്കെയോ ആണെന്നൊക്കെ കരുതി വഴക്കുണ്ടാക്കിയൊക്കെ അങ്ങ് ബഹളം വെച്ചും വാരിക്കുട്ടിയൊക്കെ പോവല്ലേ, ഇതുകൊണ്ടൊക്കെ വല്ല അർത്ഥമുണ്ടോ? കഴിഞ്ഞ എൻ്റെ 2020 ആദ്യത്തെ സൺഡേയിൽ എൻ്റെ പ്രാദേശിക സഭയിൽ ഞാനൊരു ഓൾട്ടർ കോൾ കൊടുത്തു. വിചിത്രമായൊരു ഓൾട്ടർ കോളായിട്ട് എനിക്ക് തോന്നി. പിന്നെ പക്ഷേ കുറേ പേരൊക്കെ അത് ഒത്തിരി പോസിറ്റീവായിട്ട് എടുത്തു. ഞാൻ പറഞ്ഞു, നമ്മളെ കുളിപ്പിച്ചത്, നമ്മളെ ആദ്യം അമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മൾ വന്നപ്പോൾ നമ്മൾ എടുത്താന്ന് നമുക്കറിയത്തില്ല. അറിയാമോ? ഇല്ല. പണ്ടൊക്കെ ആണെങ്കിൽ പറയാം, ഇപ്പോഴത്തെ നേഴ്സുമാരെ എല്ലാം കണ്ട, നേഴ്സിനെല്ലാം ഒറ്റ രൂപമാണ്, വെള്ളയുടുപ്പിട്ട് അവരെ ഇങ്ങനെ എന്ന് വെച്ചാൽ ഒരുമാതിരിപ്പെട്ട നേഴ്സുമാരെ എല്ലാം കണ്ട, ചേച്ചിമാരെ കണ്ട ഒരുപോലെ ഇരിക്കും. ആരാ എടുത്തെന്ന് നമ്മളെ അറിയത്തില്ല. നമ്മളെ കുളിപ്പിച്ചത് ആരാന്ന് നമുക്കറിയാമോ? അറിയത്തില്ല. ആദ്യം പൗഡർ ഇട്ട് ആരാന്നറിയാമോ? അറിയത്തില്ല. അതൊക്കെ ആരോ ആണ്, അറിയത്തില്ല. അപ്പം പിന്നെ അവസാനം നമ്മളെ പണ്ടൊക്കെ കുളിപ്പിക്കുമായിരുന്നു, ഇപ്പം കുളിപ്പിക്കത്തില്ല, മോർച്ചറി കൊണ്ട് വെക്കുകയാണ്. അവസാനം അവർ ഡെറ്റോളോ അല്ല സ്പിരിറ്റൊക്കെ ഇട്ട് കഴുകും. അതാരാന്ന് നമുക്കറിയാമോ? ഇല്ല. അപ്പം ഞാൻ എൻ്റെ ചർച്ച ഓൾട്ടർ കൊടുത്തു. ഞങ്ങളുടെ അവിടെ ഇപ്പം ഞങ്ങളുടെ സ്ഥലത്ത് ഒറ്റ മോർച്ചറിയേ ഉള്ളൂ. മേനാന്തോട്ടം പൂട്ടിപ്പോയി, ഇനി മോർച്ചറി മൊത്തമായി മാത്രമേ ഉള്ളൂ. അവിടുത്തെ ഒരു ചേച്ചിയും 2-3 ചേട്ടന്മാരും ഉണ്ട്. അവരായിരിക്കും നിങ്ങളെ മിക്കവാറും കുളിപ്പിക്കാൻ പോകുന്നത്, എല്ലാം കൊച്ചു പിള്ളേർ. അതുകൊണ്ട് എല്ലാവരും അവരെ പോയി നേരത്തെ കണ്ട് ഒരു കാപ്പിയൊക്കെ മേടിച്ച് കൊടുത്ത്, ഒരു 100 രൂപയൊക്കെ നേരത്തെ കൊടുത്ത് ഒന്ന് സല്യൂട്ടൊക്കെ അടിച്ച്, മോനെ എടാ ഞാൻ വരുമ്പോൾ നല്ലതായിട്ട് പറഞ്ഞു വിടണമെന്നൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടാൽ ചിലപ്പോൾ നല്ലതായിരിക്കും. അറിയത്തില്ലല്ലോ, ഇത്രയ്ക്കല്ലുള്ള മനുഷ്യൻ. ഈ കൊച്ചായുസിനകത്ത് പിന്നെ എന്തിനാ ഈ വഴക്ക്, എന്തിനാ ഈ സ്വാർത്ഥത? കർത്താവേ, എന്തൊക്കെയോ ഒന്നായിത്തീരാൻ, ഒരിക്കലെങ്കിലും എനിക്ക് ജന്മം തരാത്ത ഒരു സ്ത്രീക്ക് അമ്മയെന്ന് വിളിക്കുവാൻ, ഒരപ്പനെ ഒന്ന് കയ്യെ പിടിച്ച് കൊണ്ടുപോകാൻ, എനിക്ക് ജനിക്കാതെ പോയ ചില മക്കളെ ചേർത്ത് പിടിച്ച് ഒരു മുട്ടായി വായിച്ചു കൊടുക്കുവാൻ, ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ, അല്ലെങ്കിൽ ഒരു വർഷത്തെ ഫീസ് അടയ്ക്കുവാൻ എനിക്ക് കഴിയുമ്പോൾ, നിങ്ങൾക്ക് കഴിയുമ്പോൾ, ക്രൂശിതം പറയും, ടെറ്റലസ്റ്റായി സകലതും നിവർത്തിയായി. പാപത്തിൻ്റെ പരിഹാരത്തിനപ്പുറത്ത് ദൈവം ആഗ്രഹിച്ച ഒരു നവമാനവികതയുണ്ടാകുക. ഇന്ന് രാത്രി സ്വാർത്ഥതയുടെ ലോകത്ത് വന്ന് എനിക്ക് അതൊന്നും നമുക്ക് എല്ലാം ഒന്നും നമുക്ക് ചെയ്യണമെന്നില്ല, പക്ഷേ ചിലതെങ്കിലും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ചെയ്യാൻ കഴിയും. പണ്ട് നമ്മുടെ ആൾക്കാർ ഈ എന്താണ് കഥ കടയ്ക്കുന്നതിന് മുമ്പ് അമ്മ പുറത്തിട്ട് വാതിലടയ്ക്കുന്നതിന് മുമ്പ് ഉറക്കെ ചോദിക്കുമായിരുന്നു പോലും, പട്ടിണിക്കാരുണ്ടോ? അത്താഴ പട്ടിണിക്കാർ. സൊമാലിയുടെ പട്ടിണിക്കാവൊന്നും മാറ്റാൻ ഒത്തില്ലെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നിടത്ത് എന്തെങ്കിലും ഉണ്ടോ അവരുടെ പട്ടിണി മാറ്റുക, അത്രയേ ഉള്ളൂ. എങ്കിലും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ ഈ കൊച്ചായുസിൽ കർത്താവേ എനിക്ക് കഴിയണമേ. കുറച്ചുകൂടെ ഒന്ന് തുറന്ന് മനസ്സിനെ കാണാൻ ഒരു വിശാലത തരണമെന്ന് ഹൃദയംഗമായി ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറ, കർത്താവേ എൻ്റെ കണ്ണുകൾക്ക് ഇച്ചിരി ലേപനം തരണമേ. എൻ്റെ സ്വാർത്ഥതയുടെ എന്തൊക്കെയോ ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ലോകത്തുനിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഈ ക്രൂശിൻ്റെ ശക്തി എന്നെ സഹായിക്കണമേ. അങ്ങനെ ആ സ്നേഹം കൊണ്ട് ഒന്ന് നിറഞ്ഞ് ചിലരെ ഹൃദയംഗമായി സ്നേഹിക്കുവാൻ, എന്തൊക്കെയോ ഒന്ന് ആയിത്തീരുവാൻ. അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കും, ആരെങ്കിലുമൊക്കെ വേണോ? ഒത്തിരി പേരെ ഞാൻ കണ്ടു, ഒത്തിരി തളർന്നു കിടക്കുന്ന അമ്മമാർ. ആരെങ്കിലും ഒന്ന് വന്ന് കുറേ നേരം വർത്താനം പറഞ്ഞാൽ, അങ്ങനെ ഒരു അമ്മയുടെ അടുക്കൽ നിങ്ങൾ സ്ഥിരം പോയാൽ, വല്ലപ്പോഴും ഒക്കെ പോയാൽ ആരും അറിയാതെ നിങ്ങൾ അവർക്ക് ജനിക്കാത്ത മകളാകുകയാണ്. അങ്ങനെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില
മക്കളെ കണ്ടിട്ട് ചിലക്കൊക്കെ ഒന്ന് വിളിക്കുകയും വർത്താനം പറയുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾ അവർക്ക് അമ്മയാകുകയാണ്, അപ്പനാകുകയാണ്. ഒന്നുമില്ലെങ്കിലും എല്ലാവരും പിഴച്ചു എന്ന് പറയുന്ന അവന് വേണ്ടി ചങ്ക് പൊട്ടി അവനറിയാതെ ഉപവസിച്ചാൽ നിങ്ങൾ അവർക്ക് ജന്മം തരാത്തൊരപ്പനും അമ്മയായിട്ട് മാറുകയാണ്. ഇങ്ങനെ കുറേ എന്തിനെയൊക്കെ ഒന്ന് ചങ്കിലേറ്റി ജീവിക്കാൻ ഈ കൊച്ചായുസ്സിൽ കഴിയണമേ എന്ന് ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് ഇന്നാട്ടെ. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ, ഞാൻ വലിയൊരു ഒരു ഓൾട്ടർ കോൾ തന്നോന്ന് എനിക്കറിയത്തില്ല, എങ്കിലും എൻ്റെ സ്വാർത്ഥതയുടെ ലോകത്തുനിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുന്ന ആ സ്നേഹത്തിൻ്റെ ക്രൂശിൻ്റെ ശക്തി ഇന്ന് രാത്രി എനിക്ക് അനുഭവിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഹൃദയംഗമായി പ്രാർത്ഥിച്ചാട്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ കർത്താവിൻ്റെ സന്ധിയിൽ ആ ക്ഷമയുടെ ശക്തി, ആ ക്ഷമിച്ച ലോകത്ത്, ആ സ്നേഹത്തിൻ്റെ ലോകത്ത് എന്നെ ഇങ്ങനെ നിർത്തണേ കർത്താവേ, അതിനെനിക്കെന്ത് വേണം? ക്രൂശിൻ്റെ ശക്തി വേണം. ആഗ്രഹിക്കുന്നവരൊക്കെ കരമുയർത്തും. കാരണം പിതാവ് നമ്മളെ എന്തുമാത്രം സ്നേഹിച്ചു. പിതാവിൻ്റെ സ്നേഹം അൺകണ്ടീഷണൽ ലവ് അല്ലായിരുന്നു. ആ സ്നേഹം കൊണ്ട് നമ്മൾ നിറയപ്പെട്ടില്ലേ? അർഹിക്കാത്ത നന്മകൾ ഇഷ്ടം പോലെ തന്നില്ലേ? അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വാർത്ഥതയ്ക്കകത്ത് മാത്രം ഇരിക്കാതെ കർത്താവേ, ആരെങ്കിലുമൊക്കെ ഒന്ന് കർത്താവെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കർത്താവ് ഏൽപ്പിക്കുമ്പോൾ, പക്ഷേ ഒന്നെനിക്കറിയാം, യോഹന്നാൻ ക്രൂശിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വേറെ ആരും വന്നില്ല, യോഹന്നാൻ മാത്രമേ വന്നുള്ളൂ. ക്രൂശിൻ്റെ ചുവട്ടിൽ ഇന്ന് യോഹന്നാനെ ആരും ഏൽപ്പിക്കാത്ത ഉത്തരവാദിത്തം കർത്താവ് ഏൽപ്പിച്ചു. ആരും ഏൽപ്പിക്കാത്ത ഉത്തരവാദിത്തം കർത്താവ് ഏൽപ്പിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിങ്ങൾ തന്നാൽ നിങ്ങളെ ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും. ചില വ്യക്തികളുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും. ചില വ്യക്തികളുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും. ചില വ്യക്തികളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കും. എന്നെ കർത്താവ് ഏൽപ്പിക്കുന്ന ആ വ്യക്തിയുടെ ഉത്തരവാദിത്വം ഹൃദയംഗമായി സ്വീകരിച്ച്, കർത്താവെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അത് നിൻ്റെ നിയോഗത്തിൽ ചെയ്യാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, സമർപ്പണമുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാട്ട്. ദൈവം ചില വ്യക്തികളുടെ ഒത്തിരി വ്യക്തികളെ കർത്താവിൻ്റെ ചങ്കിലുണ്ട്. ആരുമില്ലാത്ത കുറേ വ്യക്തികൾ, ആരെയൊക്കെ ഏൽപ്പിക്കേണ്ട വ്യക്തികൾ. ആ വ്യക്തിയെ നിങ്ങളെ കർത്താവ് ഏൽപ്പിക്കുമ്പോൾ അതൊരു വൃദ്ധ മാതാവായിരിക്കാം, വൃദ്ധ പിതാവായിരിക്കാം, ഒരുപക്ഷെ അനാഥത്വം പേറി നടക്കുന്ന ഒരു കുഞ്ഞായിരിക്കാം, ആരും കൂടപ്പുറപ്പുകളില്ലാത്തൊരു മനുഷ്യനായിരിക്കാം. ആ വ്യക്തിയെ കർത്താവ് നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ, എന്നെ ഏൽപ്പിക്കുന്ന വ്യക്തിയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ കർത്താവ് എന്ന് പറയുന്നവർ കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. അതിന് വേണ്ട ശക്തിയും അതിന് വേണ്ട ജ്ഞാനവും ഇന്ന് രാത്രി കർത്താവ്, അങ്ങനെ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് എന്നെ ഏൽപ്പിക്കുന്ന വ്യക്തിയെ സ്വീകരിക്കുവാൻ, അവരെ കൊണ്ട് നടക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ കൊച്ചായുസ്സിൽ എനിക്ക് കഴിയണമേ പിതാവേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശിൻ്റെ വചനത്തിൻ്റെ ശക്തി, സ്വാർത്ഥതയെ ഉരുക്കി 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 ഇല്ലാതാക്കുന്ന ആ ദൈവശക്തി കർത്താവെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് തരണമേ. ക്ഷമിക്കുന്ന ശക്തി ഞങ്ങൾക്ക് തരണമേ. ആ ക്ഷമയുടെ ശക്തി ഞങ്ങൾക്ക് തരണമേ കർത്താവേ. കർത്താവേ, ഞങ്ങൾ പലതും ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് പോകുന്നവരാ. ഞങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്യാമെന്ന് വെച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ പോകുന്നു. അതുകൊണ്ട് ഒത്തിരി പേർ കർത്താവെ സുവിശേഷം എത്തുന്നതിന് മുമ്പ് മരിച്ചു പോകുന്നു. എന്നാൽ ഇന്നിൻ്റെ സുവിശേഷത്തിൻ്റെ വ്യക്താക്കളായി ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുവാൻ, ദൈവം തരുന്ന നിയോഗങ്ങളെ നാളേക്ക് മാറ്റിവെക്കാതെ ചെയ്യാനുള്ള ദൈവശക്തി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ സ്വാർത്ഥതയുടെ മുഴു ലോകത്തു നിന്നും കർത്താവെ അങ്ങ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നിട്ട് ചില ദൗത്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്ഷമിച്ച, ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ ഞങ്ങളോട് ക്ഷമിച്ച ഞങ്ങളുടെ കർത്താവിൻ്റെ ക്ഷമയുടെ ശക്തി, ആ അപ്പൻ്റെ സ്വഭാവം ഞങ്ങളിൽ പ്രാപിച്ചെടുത്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അധൈര്യപ്പെടുത്താത്തൊരപ്പൻ ഞങ്ങൾക്കുണ്ടെന്നുള്ള അറിവിൽ കർത്താവേ, ഞങ്ങൾക്ക് അപ്പനുണ്ട്, അധൈര്യപ്പെടുത്താത്ത ഒരപ്പൻ. അതുകൊണ്ട് ഞങ്ങളും ആരെയും അധൈര്യപ്പെടുത്താതെ എല്ലാവരെയും കർത്താവെ ആ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സാരമില്ല പോട്ട് എന്നൊക്കെ പറയുന്ന ആ ക്രൂശിൻ്റെ സ്വഭാവം ഞങ്ങളിൽ തരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അധൈര്യപ്പെടുത്താത്തൊരു പിതാവ് ഞങ്ങൾക്കുണ്ടല്ലോ. അതുകൊണ്ട് ആ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്ത, എന്നാൽ രക്ഷിക്കപ്പെടുന്ന ഞങ്ങൾക്കത് ജീവശക്തിയാകിയാൽ അങ്ങനെ ജീവിച്ച് സകലതും നിവർത്തീകരിച്ചെന്ന് പറഞ്ഞ് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച കർത്താവിനെ പോലെ ഞങ്ങളുടെ ജീവിതവുമായി തീരുവാൻ എളിയവരെ സഹായിക്കണമേ. പ്രാർത്ഥിച്ച് അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ക്രൂശിൻ്റെ വചനത്തിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറച്ചാട്ട് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.